പിൻബലമാണോ കൊണ്ടുവാ, ചരിത്ര പിൻബലമാണോ കൊണ്ടുവാ. മുസ്ലിം ഉമ്മത്തിന്റെ കാലങ്ങളായ ചരിത്രപരമായ രേഖകൾ വെച്ചുകൊണ്ട് തവാത്തുറായിക്കൊണ്ടവർ അംഗീകരിക്കുന്നു എന്നതാണോ കൊണ്ടുവാ. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവാ, എന്നിട്ടത് തെളിയിക്ക്. തയ്യാറല്ല. മലേഷ്യയിൽ പോയി മുസ്ലിയാർ പ്രസംഗിച്ചത് കേട്ടോളൂ. ഭാഗ്യത്തിൽപ്പെട്ടതാണ്. അവിടെയും അല്ലാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് 3 വഴികളിലൂടെ തിരുകേശം ലഭിച്ചു. സഖാഫത്ത് സുന്നിയയുടെ ഭാഗ്യത്തിൽപ്പെട്ടതാണ്. അവിടെയും അല്ലാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് 3 വഴികളിലൂടെ തിരുകേശം ലഭിച്ചു. ഒന്ന് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാല എന്ന് പറയുന്ന ബറക്കാത്തി സയ്യിദന്മാരുടെ കൂട്ടത്തിൽ കൂടി കിട്ടിയതാണെന്ന് പറഞ്ഞു. അയാൾ ബറക്കാത്തിയോ അല്ല, സയ്യിദും അല്ല എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ടൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടതാണ്. പോരാത്തതിന് ഹമീദ് ഫൈസി ഉസ്താദ് ഇന്ന് വീണ്ടും പറയുകയും ചെയ്തു. ഇരിക്കട്ടെ. ഒന്നത്. രണ്ടേതാ? അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ കൂടി വന്നതായ മുടി, വീണ്ടും വന്നതായ മുടികളേതാ? അതിനെ സംബന്ധിച്ചുകൊണ്ടൊന്നുമില്ല. ഇത് ഇയാൾ 2012 ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 2014 ഫെബ്രുവരി മാസം എന്തായിരുന്നു പാത്രം കൈമാറിയ സമ്മേളനം? ഫെബ്രുവരി 14 എന്നാണ് എന്റെ ഓർമ്മ. അന്ന് കോഴിക്കോട് വെച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ വെച്ച് അയാൾക്ക് പുതിയൊരു താടിരോമവും കിട്ടിയെന്നാ പറഞ്ഞത്. SSFകാരാ, ഇയാളെ ഇങ്ങനെ കയറൂരി വിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ വാദ സിറാജിൽ കണ്ടില്ല. അതേറ്റുപിടിക്കാനോ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡുകൾ വെക്കാനോ നിങ്ങൾ പോലും ധൈര്യപ്പെട്ടില്ല. നല്ലത് തന്നെയാണ്. പക്ഷേ തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുറ്റകരമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്യുന്ന ഇമാതിരി തമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നതോടുകൂടി അതുപോലെയുള്ള തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് പ്രാസ്ഥാനിക വിഷയമല്ല. ചോദ്യോത്തര സെഷനിലേക്ക് കടക്കേണ്ടതുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കി അസത്യം അസത്യമായി മനസ്സിലാക്കി വർജിക്കാനും സത്യം സത്യമായി മനസ്സിലാക്കി അത് പിൻപറ്റാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, ഇനി ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. അതിൽ ബഹുമാന്യനായ MT അബൂബക്കർ ദാരിമിയാണ്. ഉസ്താദ് അവറുകളെ സാദരമതിന് ക്ഷണിക്കുകയാണ്. ചോദ്യം ചോദിക്കേണ്ട ആളുകൾ നിങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിരിക്കണം. എന്നിട്ട് ഓരോരുത്തർക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. ബഹുമാന്യനായ MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യം ചോദിക്കാനുള്ള സ്ഥലവും കസേരയും ഒക്കെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആയിരങ്ങളാണ് അണിനിരന്നിട്ടുള്ളത്. നമ്മുടെ പരിപാടി ആരംഭിച്ചിടം മുതൽക്ക് ഈ സമയം വരേക്കും വളരെ ശാന്തമായി വളരെ സമാധാനത്തോടു കൂടിയാണ് നമ്മളിവിടെ സമയം ചെലവഴിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ തിരുത്താനും വിമർശനങ്ങൾ ചോദിച്ചുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കാനുമുള്ള വളരെ സുതാര്യമായ ഒരു ചാൻസാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സദസ്സിന് മുന്നിലായിട്ട് നമ്മൾ ബാരിക്കേഡ് പ്രത്യേകിച്ച് തയ്യാർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ചോദിക്കാൻ വരുന്നവർ ആ സുഹൃത്തുക്കളുടെ ചോദ്യങ്ങളും അവർക്ക് നൽകുന്ന മറുപടികളും അത് ശാന്തമായി നിങ്ങൾ കേൾക്കണം. ഒരിക്കലും തന്നെ അവരെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അവരെ തളർത്തുന്ന ഒരു പരിപാടി പോലും നമ്മുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വിഖായയുടെ പ്രവർത്തകന്മാർ പ്രത്യേകം യൂണിഫോം ധരിച്ചുകൊണ്ട് നമ്മുടെ സദസ്സിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നിയന്ത്രണം അവരുടെ കയ്യിലാണ്. അവരുടെ നിർദ്ദേശങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പാലിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ചോദിക്കാൻ വരുന്ന ആളുകൾ
അവരെ ഏതു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പ്രത്യേകമായി കാണിക്കണം, അവരുടെ പേര് പറയണം. ആദ്യമായി ചോദിക്കാനുള്ള അവസരം നൽകുന്നത് കാന്തപുരം സുന്നി വിഭാഗത്തിനാണ്. അപ്പോൾ തങ്ങളെ കാന്തപുരം വിഭാഗം സുന്നി വിഭാഗത്തിലെ പ്രവർത്തകരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നു, ഇന്ന പേരാണ് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് മറുപടി പറയുന്ന ഞങ്ങളുടെ പേരുകളും ഞങ്ങളുടെ അഡ്രസ്സുകളും ഞങ്ങൾക്കും പറയാം. അപ്പം അങ്ങനെ ചോദിക്കുന്നവരും മറുപടി പറയുന്നവരും തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങളും അതിൻ്റെ മറുപടികളുമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചോദ്യങ്ങളും വ്യക്തമായ മറുപടികളുമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഷിയാബ അവിടെ വന്നത് ചോദ്യകർത്താക്കളല്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവർക്ക് മൈക്ക് കൈമാറണം. ഉസ്താദുമാര് എല്ലാ ചോദ്യങ്ങൾക്കും ഇതുവരെ ഉണ്ടായ ഈ വിവാദങ്ങളുടെ ഏതു പശ്ചാത്തലത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ കൂടെ നിലകൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. പുണ്യ റസൂലിന് വേണ്ടിയുള്ള ഈ ഖിദ്മത്തും ഈ പോരാട്ടവും അല്ലാഹു അതിന്റെ വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ സ്യാങ്ങണ്ടാണ്. പിന്നെ AP സമസ്ത അംഗീകരിക്കുന്ന ആളാണ്. പിന്നെ എൻ്റെ ചോദ്യം, പേര് മുസ്തഫ. എൻ്റെ ചോദ്യം, നിങ്ങളും നിങ്ങളെ സമസ്തകാരും പറയുന്നത് ആത്മീയ വാണിഭവും ആത്മീയ ചൂഷണവും കാന്തപുരം ഉസ്താദ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ചെയ്യപ്പെടുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഏതൊരു മുഅ്മിനും അടിയുറച്ച വിശ്വാസം നിർബന്ധമാണ്. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ ആത്മീയ വാണിഭവും ആത്മീയ ചൂഷണവും ചെയ്യാൻ പറ്റിയ നേതാവാണോ അള്ളാഹുവിൻ്റെ റസൂൽ? അതിന് പൂർണ്ണ ഉത്തരം നിങ്ങൾ നൽകണം. അങ്ങനെ നിയ്യത്ത് ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടുണ്ടോ? അതിന് ഉത്തരം നൽകുക. അതിന് ശേഷം എൻ്റെ ഉത്തരം വീണ്ടും ചോദ്യം എടുത്ത് വരുന്നതാണ്. ഒറ്റ വാക്കിലുള്ള മറുപടി കൊണ്ട് തന്നെ മറുപടി പറയാലോ. ഉസ്താദ് നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആത്മീയ ചൂഷണവും ആത്മീയ ഭാവവും ഒക്കെ ആത്മീയ വാണിഭമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണോ പുണ്യ റസൂല് എന്നാണ് ചോദ്യം. പറ്റില്ല. പുണ്യ റസൂലിന്റെ പേരിലുള്ള ഒരു ആത്മീയ വാണിഭം ഇവിടെ സമ്മതിക്കില്ല. ഒരു ചൂഷണം ഇവിടെ നടക്കില്ല. അത് വളരെ കൃത്യല്ലേ. അതിന് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റൂല എന്നല്ലേ ഈ 3, 4, 5, 6 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇത് ഒരിക്കലും പറ്റില്ല. മൻ ഖദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ മഖഅദഹു മിനന്നാർ. എന്റെ മേൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ എന്ത് കളവ് ആര് ചേർത്തി പറഞ്ഞാലും, അത് ആരായാലും ശരി, ഞാനായാലും സഹോദര സുഹൃത്തായാലും നമ്മൾ ആരായാലും, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള ഒരു കളവ് ഇവിടെ അനുവദിക്കപ്പെടാൻ പറ്റില്ല. അതാണ് അതിന്റെ ഹുക്കം. അത് തന്നെ ഉസ്താദ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആർക്കും ഒരു കളവ് ചെയ്യാൻ കഴിയൂല. അള്ളാഹ് അതിനെ സമ്മതിക്കൂല. അത്രക്കും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിയാൻ പാടില്ലല്ലോ. അള്ളാഹ് ഇവിടെ അതിന്റെ ഇത് രീതി കാണിച്ചു തരുമല്ലോ. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി പ്രശ്നമുണ്ടാക്കുന്നത്? അത് താങ്കള് പറ്റില്ല എന്ന് പറയുന്നതും കഴിയില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരുപാട് വ്യാജങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കണ്ടമാനം വ്യാജങ്ങൾ. റസൂലുള്ള ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിക്കാത്ത ചെരുപ്പുകൾ നബിയുടേതാണ് എന്ന് കള്ളം പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കഴിയില്ല എന്നല്ല, കഴിയില്ല എന്നെവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് വ്യാജങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യാജങ്ങളുടെ കൂട്ടത്തിൽ 2000 പിറന്നതിനു ശേഷം കേരളത്തിലുണ്ടായ 1ാം നമ്പർ വ്യാജമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന എല്ലാ മുടികളും. അതാണ് ഞങ്ങൾ പറയുന്നത്. കഴിയില്ല എന്നല്ല, പറ്റില്ല. കാന്തപുരത്തിന് കഴിഞ്ഞില്ലേ, പക്ഷെ അത് പാടില്ല. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക. ചോദ്യം ചോദിക്കാനുള്ള ഒരു സെന്ററിൽ കൂടെ വരണം കേട്ടോ. പല വഴിയിലൂടെ ചോദ്യം ചോദിക്കാനുള്ളവർ വരുന്നുണ്ട്. അവിടെ വിക്കാരുടെ വളണ്ടിയേഴ്സ് ഉണ്ട്. അവർ സമ്മതം തരുമ്പോൾ ഇവിടെ 4-5 പേര്. അപ്പൊ മൈക്ക് കൊടുക്കില്ലേ? ഞാൻ പറയാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദ്യം, നബിയുടെ പേരിൽ ഇങ്ങനെ
കളവ് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നബി അതിന് വിധേയനാക്കപ്പെടാൻ പറ്റുമോ? പാടില്ല എന്നാണ് ഇസ്ലാം നിയമമാക്കിയിട്ടുള്ളത്. സുഹൃത്ത് ശ്രദ്ധിക്കുക, പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ സുഹൃത്ത് രണ്ടാമത്തെ ചോദ്യത്തിൽ അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വാക്കൊന്ന് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. കഴിയില്ല എന്നല്ല സ്റ്റേജിൽ നിന്നുണ്ടായ മറുപടി. നിങ്ങളുടെ ചോദ്യം പറ്റുമോ എന്നാണ്. പറ്റില്ല. ഇമാം നവവി തൻ്റെ ശറഹു മുസ്ലിമിൽ അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കിതാബിലുള്ള മസലയാണ്. പിന്നെ കഴിയൂലേ? കഴിയോലോ, അതുകൊണ്ടല്ലേ കാന്തപുരം വ്യാജം പറഞ്ഞത് കേട്ടോ. ഉസ്താദെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാനും അതന്നെ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു കളവ് ചെയ്യാൻ ഒരു വ്യക്തിയും കഴിയില്ല. അത് ഇതിന് മുന്നേ ചെയ്തവരുണ്ട്. കഴിയില്ല അല്ലല്ല, അങ്ങനെ നമ്മൾ പോണ്ട. നിങ്ങൾ ചോദിച്ചത് പറ്റുമോ പറ്റില്ലേ എന്നാണ്. അതിന്റെ ഹുക്കുമാൻ ചോദിച്ചത് അല്ലല്ല. നിങ്ങൾ ശിഹാബിനോട് സംസാരിക്കല്ലേ. ഞാൻ പറയുന്ന മറുപടിയിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രവിക്കണം. നിങ്ങളുടെ ചോദ്യം തുടക്കത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വ്യാജ നിർമ്മിതിക്ക് വിധേയമാകുമോ? വിധേയമാകും. അങ്ങനെ വിധേയമാക്കാൻ പറ്റുമോ? നബിയുടെ പേരിൽ കള്ളം പറയാനും ആത്മീയ വാണിഭത്തിനും പറ്റുമോ? പറ്റുകയില്ല, ഒരിക്കലും പറ്റുകയില്ല. അതാണ് മറുപടി. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് അങ്ങനെ കഴിയുകയില്ല എന്നുള്ളത് ശരിയല്ല. കാലങ്ങളായിട്ട് ഒരുപാട് വിഷയത്തിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് ചാർത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കളവ് ചാർത്തിയ ഒരു മനുഷ്യനെ സ്വഹാബിമാർ, ആ മനുഷ്യൻ മരിച്ചിട്ട് അയാളെ കുഴിച്ചിട്ട ഖബർ മാന്തിയിട്ട് അയാളെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ. നബിയുടെ പേരിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ, കളവ് പറഞ്ഞതിന് ശേഷം മരിച്ചുപോയ ആ മനുഷ്യൻ, ആളുകൾ ഖബറടക്കിയതിനു ശേഷം സ്വഹാബത്ത് ആ നാട്ടിലേക്ക് ചെന്നിട്ട് ഖബർ മാന്തിയിട്ട് ആ മനുഷ്യനെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്തിന്റെ പേരില്? നബിയുടെ പേരിൽ കള്ളം പറഞ്ഞതിന്റെ പേരിൽ. സ്വന്തം ഉമ്മയെ നടുറോട്ടിലിട്ട് വ്യഭിചരിച്ചാലും കൂടി അത്ര കുഴപ്പമുണ്ടാവില്ല, പടച്ചോ അത്ര ശിക്ഷിക്കൂല. പക്ഷെ നബിയുടെ പേരിൽ കള്ളം പറഞ്ഞതിന്റെ പേരിൽ സ്വഹാബത്ത് ആ മനുഷ്യനെ ഖബറിൽ നിന്ന് മാന്തിയിട്ട് പച്ചയായിട്ട് കത്തിച്ചു. അപ്പൊ കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പറ്റുകയില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇത് കാന്തപുരം ചെയ്തു? അതന്നെയല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. ഉസ്താദേ, അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എൻ്റെ ചോദ്യം, അള്ളാഹുവിൻ്റെ റസൂലിന്റെ മുന്നേ ഒരുപാട് കളിച്ച ആളുകളുണ്ട്, പല നിലക്കും നുണ പറഞ്ഞിട്ടും. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു തക്കതായ ശിക്ഷ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ തിരികേശം ഏപ്പിസ്ഥാൻ 3 ഏപ്പിസ്ഥാന് കൈക്കലുണ്ട്. ഓരോ വർഷം വരുമ്പോഴും ഏപ്പിസ്ഥാൻ ഓരോന്ന് കൊണ്ടുവരും. എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി ഇങ്ങനെയൊക്കെ എങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ എന്താ ഞങ്ങൾക്ക് വിശ്വസിച്ചു എന്താ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വാസം ഇല്ലാത്തതാണോ? അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഞങ്ങൾക്ക് അർജിൽ വിശ്വാസമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ആരെന്ത് തമാശ കളിച്ചാലും അത് അള്ളാഹിന് സമ്മതിക്കുള്ള പരിപൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത് യഥാർത്ഥമാണെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഏത് കാര്യത്തിനും തക്കതായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു കൊടുത്തിട്ടുണ്ട്. ആരെയും അള്ളാഹിന്റെ റസൂലിനെ താഴ്ത്തി പറയാൻ അള്ളാഹ് വളർത്തിയിട്ടില്ല, ആരെയും വളർത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നബിയുടെ മേലിൽ വ്യാജം പറയുന്നത് ന്യായീകരിക്കുകയാണെങ്കിൽ ഇവിടെ മുജാഹിദീങ്ങൾക്കും ജമാഅത്തേർക്കും ഒക്കെ പറയാലോ. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ പല കളവുകളും പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്ന മുജാഹിദീർക്കും ജമാഅത്തേർക്കും ഒക്കെ ചോദിക്കാം, ഞങ്ങൾ ഈ പറഞ്ഞത് നുണയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ശിക്ഷ ഇറക്കട്ടെ. ഇത് അബൂജഹലിന്റെ ആൾക്കാർ പണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചതാ. അങ്ങനെയല്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ മഖഅദഹു മിനന്നാർ. നാളെ നരകത്തിലെത്തും അല്ലാഹ് കാണിച്ചു തരും. പടച്ച റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞാല് ദുനിയാവിൽ പടച്ചവും ചിലപ്പോ കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും, പരമാവധി കളവ് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട്. എത്ര കളവ് റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര ആളുകൾ പറഞ്ഞിട്ട്. എല്ലാവർക്കും അല്ലാഹ് ദുനിയാവിൽ ശിക്ഷ കൊടുത്തോളന്നില്ല സഹോദര. ഇതൊരു മസലയാണ്. ഒരാള് ഒരു തെറ്റു ചെയ്താൽ നബിയുടെ പേരിൽ കളവ് പറഞ്ഞ എത്രയോ പുത്തനാശയക്കാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കറാമിയത്ത് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ ആ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബിയുടെ പേരില് കളവ് പറയൽ ജായിസാണ് എന്നാ. എന്നിട്ട് ആ ഒരുപാട് കളവുകൾ അവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ശറഹ് മുസ്ലിമിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാ. ഇമാം നവവി തങ്ങളൊക്കെ വിശദീകരിച്ച വിഷയ. എന്നിട്ട് അവർക്ക് വല്ലതും സംഭവിച്ചോ ദുനിയാവില്?
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ദുനിയാവിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുക്കും. ഇനി ദുനിയാവിൽ പരമാവധി അവർക്ക് അല്ലാഹു ദുന്യവിയായ സൗകര്യം ചെയ്തു കൊടുത്താലും നാളെ പരലോകത്ത് നരകത്തിലിട്ട് അല്ലാഹു ശിക്ഷിക്കുമെന്ന് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുനിയാവിൽ കണ്ടോളന്നില്ല അത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന ഈ മുടികളെല്ലാം പുണ്യ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് ലോകർക്കെല്ലാവർക്കും ഇവിടെ വളരെ വ്യക്തമായി സുതാര്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇതന്നെയാണ് അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ. അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെ നമ്രൂദ് പുഴരിച്ച മാതിരി പുഴരിച്ചോളന്നില്ല. ജനങ്ങളെ മുമ്പിൽ വഷളായാൽ അതൊരു ശിക്ഷ തന്നെയാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. എൻ്റെ പേര് അബ്ദുൽ മജീദാണ്. പത്തപ്പിരിയത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇത് അമ്പലക്കടവ് ഉസ്താദ് റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഖസറജിന്റെ കയ്യിൽ തിരുകേശമുണ്ട്, ഖസറജിന്റെ കയ്യിൽ തിരുകേശമുണ്ട് എന്ന് അമ്പലക്കടവ് ഉസ്താദ് പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കളവ് തിരുത്തി അത് കളവല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒന്നാമത് ഒരു ചോദ്യം ഉപചോദ്യം ആകരുത്. മർക്കസിലുള്ള തിരുകേശം അള്ളാന്റെ റസൂലിൻ്റെതാണ്, ബർക്കത്തെടുക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടേ മജീദ് പോവുള്ളൂ, സമ്മതം തരാണെങ്കിൽ. ഇത് ഞാനൊരു വെല്ലുവിളിയായിട്ടല്ല, സൗഹാർദ്ദപരമായിട്ട് നമ്മൾ സുന്നികളാണ്, അതുകൊണ്ട് ഈ വിവാദം ഇവിടെ അവസാനിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം തരാൻ നേരം പൊക്കോളം നിൽക്കാൻ തയ്യാറാണ്. മർക്കസിലെ തിരുകേശം ഇമാമിങ്ങളെ കിതാബ് വെച്ച് ബർക്കത്തെടുക്കാൻ പറ്റും തെളിയിച്ചിട്ടേ മജീദ് പോവുള്ളൂ. പക്ഷെ അതിന്റെ മുമ്പ് ഖസറജിന്റെ കയ്യിൽ തിരുകേശമുണ്ട് എന്ന് ആദ്യം അമ്പലക്കട ഉസ്താദ് പറഞ്ഞു. ഈ അമ്പലക്കട ഉസ്താദ് മാറ്റിയിട്ടുണ്ടോ? ഇല്ലേ? സഹോദരങ്ങളെ, ഖസറജിയുടെ കൈവശം ലോകത്ത് പല കേന്ദ്രങ്ങളിലും വിശുദ്ധ കേശം സൂക്ഷിച്ചതുപോലെ ഒരു കേശം അബുദാബിയിലെ ഖസറജിയുടെ കൈവശവും ഉണ്ട് എന്ന് ഞാൻ പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. സത്യമാണത്. അതിൻ്റെ ക്ലിപ്പൂടെ ലഭ്യമാണ്. ഞാൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അഹമ്മദ് ഖസറജിയുടെ പിതാവ് ആദരണീയനായ ഒരു പണ്ഡിതനും ഒരു നല്ല മനുഷ്യനും അബുദാബിയിലെ മതകാര്യ വകുപ്പിൻ്റെ മന്ത്രിയുമായിരുന്നു. ഞാൻ അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ള ആളുമാണ്. ഈ ഖസറജിയുടെ കൈവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിശുദ്ധ കേശമുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്ത് അബുദാബിയിൽ പല തവണ ചെന്നപ്പോൾ എന്നോട് 2-3 തവണ ആവർത്തിച്ച് പറയുകയും വേണമെങ്കിൽ അത് കാണാൻ സൗകര്യം ചെയ്യാമെന്നും ആ വീട്ടിലെ ഒരംഗത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഖസറജി കുടുംബം എന്നാൽ സ്വഹാബി പരമ്പരയിൽപ്പെട്ട കുടുംബമാകാമെന്നും ആ കുടുംബത്തിലെ ഈ മന്ത്രി അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല മനുഷ്യനായതുകൊണ്ട് ആ വീട്ടിൽ മുടിയുണ്ട് എന്നത് പാരമ്പര്യമായി അങ്ങനെ മുടി കിട്ടിയിരിക്കാമെന്നും ഞാൻ വിശ്വസിച്ചു. ഞാൻ ആ കാര്യം അതേപോലെ പറയും ചെയ്തു. ഇപ്പോൾ വെല്ലൂരിൽ മുടിയുണ്ട് ഞാൻ കേട്ടു, ഞാനത് വിശ്വസിച്ചു. കശ്മീരിൽ നബി തങ്ങളുടെ മുടിയുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതും വിശ്വസിച്ചു. ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതിനിടയിലാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ എന്നോട് നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞു, കാരന്തൂർ മർക്കസിൽ ഇക്കഴിഞ്ഞ ദിവസം സാക്ഷാൽ ഈ അഹമ്മദ് ഖസറജി ആ മുടി കാന്തപുരത്തിന് കൈമാറിയിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ മുടി, അതുകൊണ്ട് അതിന് വിശദീകരണം നൽകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ കൈമാറിയിട്ട് വിശദീകരണം നൽകാൻ പറ്റൂല, ഞാൻ ശരിക്കും കേട്ടതാണ്, അഹമ്മദ് ഖസറജിൻ്റെ വീട്ടിലൊരു മുടിയുണ്ട് ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് ആ മുടിനെ അങ്ങനെ എതിർക്കാൻ പറ്റൂല, പഠിക്കാതൊന്നും പറയാൻ പറ്റൂല, സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞു.
ഞാൻ വെയിറ്റ് ചെയ്തു, കാരണം എൻ്റെ സാമാന്യ മര്യാദ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നത്തെ റബിയുൽ അവ്വൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അബുദാബിയിൽ എത്തിയപ്പോൾ സ്വാഭാവികമായും ഞാൻ അന്വേഷിച്ചു. ഞാൻ നേരത്തെ പ്രസംഗിച്ചതും പറഞ്ഞതും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അബുദാബിയിൽ ഖസ്റജിയുടെ വീട്ടിൽ ഒരു മുടി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ മുടി കാരന്തൂർ മർക്കസിൽ അദ്ദേഹത്തിൻ്റെ മകൻ കൊണ്ടുവന്ന് കൊടുത്തു എന്നതും നമ്മൾ അറിഞ്ഞു. ഇനി അവിടെ ഖസ്റജിയുടെ വീട്ടിൽ മുടി ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അന്വേഷിച്ചു. അല്ല, നമ്മുടെ ഖസ്റജിൻ്റെ വീട്ടിലുള്ള ആ മുടി നമ്മൾ ഉണ്ടെന്ന് കേട്ട മുടി ഇവിടെ കാന്തപുരത്തിന് കൊടുത്തു പറഞ്ഞു. സംഭവം കൊടുത്തു എന്നുള്ള ശരി തന്നെയാണല്ലേ, ആ മുടി തന്നെയല്ലേ കൊടുത്തത് ചോദിച്ചു. അപ്പം ഈ പ്രാവശ്യം ആ മുടി റബീഉൽ അവ്വൽ പ്രദർശനം ഉണ്ടായെന്ന് ചോദിച്ചു. ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അല്ലല്ല, ഇക്കുറിയും ആ മുടിൻ്റെ പ്രദർശനം ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അല്ല, ആ മുടി കാരന്തൂർ കൊടുത്തു, പിന്നെ എങ്ങനെ ഇവിടെ പ്രദർശിപ്പിക്കുക ചോദിച്ചു. അതെന്താ അറിയില്ല, ആൾക്കാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓഫീസിലെ ആൾക്കാർ പറഞ്ഞു അവിടെ ആ മുടി ഇപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ട് റബീഉൽ അവ്വലിൽ. അപ്പം ഞാൻ ഒന്ന് വിശദമായി അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയതുപോലെയല്ല ഈ ഖസ്റജിൻ്റെ വീട്ടിൽ ഒരു മുടി, ഞാൻ പ്രസംഗിച്ച ഒരു മുടിന്നാ, ഒരു മുടിയല്ല, 10 മുടിയല്ല, 100 മുടിയല്ല, 1000 മുടിയല്ല, 10,000 മുടികൾ ഉൾക്കൊള്ളുന്ന 2 വലിയ കെട്ട് മുടി അവിടെ ഉണ്ട്. അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ബുദ്ധി അള്ളാഹു ചെറിയ ഇൽമു തന്നിട്ടുണ്ട്. പടച്ചോനെ, അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു വിശുദ്ധ കേശം ഓരോ സ്വഹാബിൻ്റെ കൈവശം 1 മുടി, 2 മുടി, തൻ്റെ ഭാര്യൻ്റെ അടുക്കൽ 5 മുടി, ഇങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ സൂക്ഷിച്ചു വെച്ചത്. അതൊക്കെ പലതും അവർ വഫാത്തായപ്പോൾ അത് അവരെ കൂടെ ബർക്കത്തിന് വേണ്ടി മറമാടണമെന്ന് വസിയത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ 10,000 കെട്ട് മുടി ഇങ്ങനെ കൈമാറിപ്പോകുന്ന ചരിത്രത്തിൽ രേഖയില്ല. അപ്പം ഇത് സംശയാസ്പദമാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഇതൊക്കെ ഈ മകൻ അഹമ്മദ് ഖസ്റജിയുടെ വികൃതികളാണ്, പാരമ്പര്യമായി കിട്ടിയതല്ല. ഈ മുടിക്കെട്ടുകൾ മാത്രമല്ല, തങ്ങളുടേതാണെന്ന് പറഞ്ഞ് പല സാധനങ്ങളും ഇയാൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു സത്യസന്ധനായ ഒരു മുസ്ലിമിൻ്റെ കടപ്പാടെന്ന നിലയിൽ ഞാൻ വസ്തുതാപരമായി കാര്യം ബോധ്യപ്പെട്ട ശേഷം പറഞ്ഞു, ഞാൻ നേരത്തെ ഖസ്റജിയുടെ കൈവശം 1 മുടിയുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല. 1 മുടിയല്ല അവിടെ ഉള്ളത്, 10,000 മുടികളുടെ 2 കെട്ടുകൾ അവിടെ ഉണ്ട് എന്നതാണ് ശരി. അങ്ങനെ 10,000 2 മുടിക്കെട്ടുകൾ കൈമാറിപ്പോന്നതായി ചരിത്രത്തിൽ ഒരു കിതാബിലും ഒരു രേഖയിലും എവിടെയും കാണാത്തത് കൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റിയതല്ല എന്ന് തുറന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനി ഈ പ്രശ്നത്തിന് വരെ അവ്യക്തത ഉണ്ടെങ്കിൽ ഞാൻ പരസ്യമായി പേരോടിൻ്റെ കോളേജിൻ്റെ മുന്നിൽ ചെന്ന് വെല്ലുവിളിച്ചതാ. പേരോട് ഈ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി തെളിയിക്കാം. ഇതാ ഞാൻ പറഞ്ഞതിന് സംശയം, 1 മുടി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അവിടെ 2 മുടിക്കെട്ടുകളുണ്ട്, 10,000 മുടികളുടെ ശേഖരമുണ്ട്. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് അത്തരം മുടി കൈമാറിപ്പോന്നു ചരിത്രത്തിൽ രേഖയില്ലല്ലോ. പേരോട് പറഞ്ഞു ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. ഇതാ അബുദാബിയിലേക്ക് വരികയാണെങ്കിൽ വിസ ഞാൻ ഫ്രീ തരാം, ടിക്കറ്റ് ഫ്രീ തരാം. അബുദാബിയിലേക്ക് ഫ്ലൈറ്റ് ഇവിടുന്ന് പോകുന്നതിന് യാതൊരു തടസ്സമല്ല. അവിടെ വരികയാണെങ്കിൽ ഇതാ 2 മുടിക്കെട്ടുകൾ ഞാൻ അവിടെ കാണിച്ചു തരാം, തെളിയിച്ചു തരാമെന്ന് പരസ്യമായി വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ മധ്യസ്ഥന്മാർ വേണം. പോയിട്ട് എന്തെങ്കിലും പിന്നെ ഞഞ്ഞമിഞ്ഞ പറയാൻ പറ്റില്ല. അതുകൊണ്ട് മധ്യസ്ഥന്മാരെ നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരെ പറഞ്ഞോ, ആ മധ്യസ്ഥന്മാർ മുഖേന അവിടെ പോകാനും തെളിയിക്കാനും എല്ലാ ചെലവുകളും ഞാൻ വഹിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഈ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താ ചെയ്ത്, റെഡി, ഞാൻ പോകാൻ റെഡിയാണ്. എനിക്ക് മധ്യസ്ഥനായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും പറ്റും, പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെയും പറ്റും. അവർ 2 മധ്യസ്ഥനാക്കിക്കൊണ്ട് തീരുമാനം ഉണ്ടാക്കി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ടോ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ ഫോൺ പോലും ചെയ്തിട്ടില്ല. എന്നിട്ടല്ലേ മധ്യസ്ഥനാക്കൽ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് ഞാൻ ചോദിച്ചു, മന്ത്രിസഭ ഉണ്ടാക്കുന്ന തിരക്കിൽ അവിടെ UDFന്റെ പുതിയ ഇന്നോട് ആൾ വിളിച്ചിട്ടില്ല, ഞാൻ ആ സംഭവം അറിഞ്ഞിട്ടില്ല, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. അവർ മധ്യസ്ഥരായ 2 ആളിൽ ഒരാളെപ്പോലും അറിയിക്കാതെ പോകുന്ന വിഷയത്തിന് തീരുമാനമുണ്ടാക്കാതെ ഏകപക്ഷീയമായി ആൾ അബുദാബിയിൽ പോയി ഞാനിതാ അവിടെ എത്തിയിട്ടുണ്ട്, അമ്പലക്കടവിനെ കാത്തിരിക്കാണ് ബൈലക്സ് റാസൽ റൂമിൽ പറഞ്ഞു എന്നല്ലാതെ ഒരു മധ്യസ്ഥനെയും സമീപിച്ചുകൊണ്ട് തീരുമാനമുണ്ടാക്കി ഇത് പരിശോധിക്കാൻ പോകാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തയ്യാറായിട്ടില്ല. ഞാൻ ഇന്നും പറയുന്നു, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇനിയെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഇതേ 2 മധ്യസ്ഥന്മാരിൽ ഒരു മധ്യസ്ഥനെ വെച്ചുകൊണ്ട് അബുദാബിയിലേക്കുള്ള ടിക്കറ്റും വിസയും പേരോടും സൗജന്യമായി നൽകിക്കൊണ്ട് ആ 2 കെട്ടുമുടികൾ കാണിച്ചു കൊടുക്കാൻ റെഡിയാണ്. ഇതാണ് വസ്തുത. കണ്ട കാര്യം ഞാൻ പറഞ്ഞു.
അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടപ്പോൾ ഒരു മുടിയല്ല, മുടി കെട്ടുകളാണെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ചരിത്രപരമായ വസ്തുതകൾക്ക് നിരക്കുന്നില്ല ബോധ്യപ്പെട്ടപ്പോൾ അത് വിശദീകരിച്ചു. ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. ഇതിനപ്പുറം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ അവസരം നിഷേധിക്കരുതെന്ന് ആമുഖമായി പറയാണ്. കളവ് ഒന്നും കൂടിയും ഫൈസി പറഞ്ഞു. ഇവിടെ പിടികൂടാണ് ഞാൻ. ഇവിടെ ഒരു മുടി എന്ന് നിങ്ങൾ പറഞ്ഞു, തെളിയിക്കണം. ഇവിടെ പേരോടിന്റെ അടുത്തല്ല തെളിയിക്കേണ്ടത്, ഇവിടുന്ന് ഇപ്പൊ തെളിയിക്കണം. നിങ്ങൾ മർക്കസിലെ ഹസ്റജി വന്നപ്പോഴാണ് നിങ്ങൾക്ക് മോശമായത്. പിന്നെയും ചോദ്യം രണ്ട്. ഇനി ബാക്കിയാത്ത് നിങ്ങൾ നിഷേധിക്കോ വെല്ലൂർത്തുനിന്ന് ചോദ്യം ഒന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞിട്ട് ചോദ്യമുണ്ട്. ഇദ്ദേഹം ചോദിച്ചത്, ഞാൻ അബുദാബി ഹസ്റജിന്റെ അടുക്കൽ ഒരു മുടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെ തന്നെ തെളിയിക്കണം എന്നത്. ഇതാ ഇവിടെ നിന്ന് തന്നെ ഇൻഷാ അല്ലാഹ് തെളിയിക്കാൻ പോവുകയാണ്. കാത്തിരുന്ന് കണ്ടോ. ആ ക്ലിപ്പ് ശരിക്കും കേട്ടോ. ക്ലിപ്പ് കേട്ടാൽ മനസ്സിലാക്കും. ഒരു മുടി എന്നാണോ 10,000 മുടി എന്നാണോ പറഞ്ഞ് കൃത്യമായി കേൾക്കാൻ സാധിക്കും. ആ ക്ലിപ്പ് കേൾക്കാം. ഒരു സെക്കൻഡ്. ആ കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ള തെറ്റിദ്ധാരണകൾ. ഈ കാര്യം കൃത്യമായി ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട 10 പേര് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ അവിടെ നിന്ന് ഓടിയെത്തിയ സുഹൃത്ത്, അതും എല്ലാ അവകാശവും ഞാൻ തെളിയിക്കാൻ തയ്യാറ്, റസൂലുള്ളാഹിനെ മുടി ഞാൻ തെളിയിക്കാൻ തയ്യാറെന്ന് പറഞ്ഞ സുഹൃത്ത്, ഇത് തന്നെ തെളിഞ്ഞാൽ ഇപ്പൊ കാന്തപുരം ഗ്രൂപ്പ് വിടുവോ? അള്ളാന്റെ റസൂലിന്റെ പേര് നിങ്ങൾ കളവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ലയനത്ത് ഇറങ്ങുന്നുള്ള ഉറപ്പുങ്ങളും പറയോ? അള്ളാന്റെ റസൂലിന്റെ പേരിലാണ് നിങ്ങൾ കളവ് പറഞ്ഞത്. അത് നിങ്ങൾ ലയനത്ത് നിങ്ങളെ പേരിൽ ഇറങ്ങും ഉറപ്പിച്ചു പറയും. ഇവിടെ നേരത്തെ പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞ കബർന്ന് കത്തി മാന്തി കൊടുന്നിട്ട് കത്തിച്ചെന്ന് പറഞ്ഞേ. നിങ്ങൾ അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞില്ലേ? റസൂലിന്റെ കുറെ പറയണ്ട. കാരണം മനസ്സിലായല്ലോ. അള്ളാന്റെ റസൂലിന്റെ മേൽ കളവ് പറഞ്ഞാൽ ലാനത്തിറങ്ങുന്ന ഉറപ്പാണ്. അതാണ് ഞങ്ങൾ ഉസ്താദ് പ്രസംഗിച്ചത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ബോധപൂർവം ഒരു കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, മുത്തഅമ്മിദൻ മനഃപൂർവ്വം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ റിസർവ് ചെയ്തു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ കാന്തപുരം ഇത് കൃത്യമായി മനഃപൂർവ്വമാണ് കെട്ടിച്ചമച്ച് ഈ കളവ് പറയുന്നത് എന്ന് ഇതാ തെളിവുകളുടെ വെളിച്ചത്തിൽ പ്രകടമായല്ലോ. ഞാൻ പറഞ്ഞ സുഹൃത്തിന്റെ ധാരണയിൽ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വമല്ല പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തി. കാന്തപുരം അന്തസ്സുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. കാന്തപുരത്തെ ഞാൻ തിരുത്തിയിട്ടുണ്ട്, കാന്തപുരം തിരുത്തുവോ? ഇതാ തെളിവ് വീണ്ടും ചോദിക്കുന്നു. ഈ തെളിവ് ഞാൻ അവിടെ മർക്കിബിനെ ഹസ്റജിയുടെ അടുക്കൽ ഒരു മുടിയാണുള്ളത്, 10,000 മുടിയല്ല, ഒരു മുടിയാണുള്ളത് എന്ന് പറഞ്ഞ് തെളിയിച്ചാൽ കാന്തപുരം ഗ്രൂപ്പ് വിടുമെന്നാ ചോദ്യം. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മറുപടി പറയണം. എന്താ മൈക്ക് വാങ്ങി? കാന്തപുരത്തിന് തിരുത്തേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അതല്ല ചോദ്യം, അതല്ല ചോദ്യം. ചോദ്യം ഇതിന് മറുപടി തെളിയിച്ചു തന്നാൽ, പേരോളിന്റെ അവിടേക്കൊന്നും വെക്കുന്നില്ല, അവിടെ ഉള്ളത് ഒരു മുടിയാണ് എന്നാണ് ഞാൻ പ്രസംഗിച്ചത് തെളിയിച്ചു തന്നാൽ കാന്തപുരം ഗ്രൂപ്പ് വിടോന്നാ ചോദ്യം. ഒരു മിനിറ്റ് സദസ്, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് ഇത് മുഖാമുഖാണ്, നമ്മൾ സ്നേഹം, അതുകൊണ്ട് സദസ്സിൽ സംസാരിക്കും. അല്ലല്ല, സദസ്സിന് ഉപദേശിക്കട്ട. നീ മറുപടി പറയാം. ഞാൻ പറയുന്നു മർക്കസിൽ വിടോ തെളിയിച്ചു തന്നാൽ. അല്ല, അതാണ് ചോദ്യം. അതായത് അല്ല, സിമ്പിൾ ചോദ്യമാണ്. ഇപ്പോ അതല്ല മൈക്ക് കൊടുക്കാനായിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ചോദ്യം സിമ്പിളാണ്. കാന്തപുരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കാന്തപുരം നമ്മുടെ മുന്നിലിപ്പല്ല. മൂപ്പരും വള്ളിയും തമ്മിൽ വേറെ ആയിട്ടാണ്, മൂപ്പരെ വേറെ കാണാം. ഇപ്പൊ സുഹൃത്ത് അള്ളാനെ പേടി റസൂലുള്ളാഹിനെ പേടിയുള്ള ആളവിടെ പറഞ്ഞല്ലോ. ഈ സുഹൃത്ത് ഇപ്പൊ ഇതുവരെ മനസ്സിലാക്കി വെച്ചത് ഞാൻ അവിടെ ഒരു മുടി ഉണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 10,000 മുടികളെ 2 കെട്ടുകളുണ്ട് ഞാൻ പറഞ്ഞ സുഹൃത്ത് ധരിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ വ്യക്തമായി പറഞ്ഞു എനിക്ക് അവിടെ ഒരു മുടി ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്, പ്രസംഗിച്ചത്. അത് തെളിയിച്ച് തരികയാണെങ്കിൽ സുഹൃത്ത് പറഞ്ഞു തെളിയിക്കാൻ കഴിയില്ല. ഇതാ ഇവിടെ തെളിയിച്ച് തരികയാണെങ്കിൽ സുഹൃത്ത് കാന്തപുരത്തിന്റെ കാര്യം പറയണ്ട, ലോകത്തിന്റെ കാര്യം പറയണ്ട, അവിടുത്തെ യൂണിറ്റിന്റെ കാര്യം പറയണ്ട. സുഹൃത്ത് പത്തപ്പിരിയത്താരനാണ് തന്നു. പത്തപ്പിരിയത്ത് ജീവിക്കുന്ന SSFന്റെ പ്രവർത്തകനായ സുഹൃത്ത് കാന്തപുരം ഗ്രൂപ്പ് വിടുവോന്നാ ചോദ്യം. അതിന് മറുപടി yes or no പറയാം. ഞാൻ ഗ്രൂപ്പ് വിടൂല. കാരണം എന്തുകൊണ്ട്? അവിടെ നീ ഗ്രൂപ്പ് വിടൂല. കളവാണ് നീ പറഞ്ഞത് കളവാണ് തെളിഞ്ഞാലും ഗ്രൂപ്പ് വിടൂല. ഗ്രൂപ്പ് വിടൂല അല്ലേ? എന്നാൽ ഗ്രൂപ്പ് ഇടൂലെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രൂപ്പ് ഇടാൻ പോട്ടെ, അടുത്ത ചോദ്യം കൊടുക്കാം, തെളിയിച്ചു കൊടുക്കാം. ശരിക്കും ശ്രദ്ധിച്ചു. ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്.
വളരെ ഭദ്രമായി ശക്തമായ ബന്ദോബസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദോബസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിവിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീരിൽ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎഇയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12 റമദാൻ 27 രാവിലെ. കേട്ടില്ലേ ഒരു ഭാഗം മാത്രം ഒന്നുകൂടി എന്താ മൈക്കിന് പ്രശ്നം ഉണ്ടല്ല. ഓക്കെ, ആ ഭാഗം മാത്രം ഒന്നുകൂടി റീപ്ലേ ചെയ്യാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12 അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മുടി ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കേട്ടു. ഇനി SSF വിടുവോ? നിങ്ങൾ അതല്ല പറഞ്ഞത്. പേരോട് സ്ഥാനോട് വിളിച്ചത് ഒരു മുടിന്റെ വിഷയമല്ല. പേരോട് സ്ഥാനോട് വലിയ സ്ഥാനത്താണ്. ആ വിഷയമല്ല, ഒരു മുടിയല്ല. ഇരിക്കട്ടെ, വിഷയം മാറ്റരുത്. സുഹൃത്ത് പറഞ്ഞ ഇവിടെ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. സുഹൃത്ത് ഇവിടെ പറഞ്ഞത് റെക്കോർഡ് വെച്ചിട്ടുണ്ട്. ഇന്ന് കളവ് പറയാൻ പറ്റാത്ത കാലാ, പഴയ കാലല്ലത് ഇത്. ഇപ്പൊ സുഹൃത്ത് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചത് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സുഹൃത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഒരു മുടി എന്നല്ല, ഹസ്റജിയുടെ കൈവശം സൂക്ഷിച്ചു വെച്ചത് ഒരു മുടി എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്ന സുഹൃത്ത് പറഞ്ഞത്. ഒരു മുടിയും തെളിയിക്കാൻ സാധ്യല്ല എന്ന് പറഞ്ഞത്. അത് സുഹൃത്ത് പറഞ്ഞത് റീപ്ലൈ ചെയ്ത് ബോധ്യപ്പെടുത്തിയാൽ SSF വിടോ അല്ലേ? ആ, ഇപ്പൊ സുഹൃത്ത് രണ്ടാമത്തെ കളവ് പറയണത്. ഈ രണ്ടാമത്തെ കളവ് തെളിയിച്ചു തന്ന പാർട്ടി വിടുവോ? ഞാൻ പറയും. ഒരു മിനിറ്റ് നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ പറയണം. അല്ല, ഗ്രൂപ്പ് വിടോ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മിനിറ്റ് അല്ല, അങ്ങനെ ഹക്കായ ഗ്രൂപ്പ് എങ്ങനെ വിടും? ഇസ്ലാമിച്ച് വിടാൻ പറ്റുമോ? ഹക്കായ ഗ്രൂപ്പിന് എങ്ങനെ വിടല്? ഒരു തെറ്റ്, ഹക്കായ ഗ്രൂപ്പ് വിടാൻ പറ്റൂല. അതിന്റെ അള്ളാന്റെ റസൂലിന്റെ കാര്യ. എന്റെ ചോദ്യം അതല്ല. പേരോട് ഉസ്താദുമായി നിങ്ങൾ പറയാം. അപ്പോ ഈ ഹക്കായ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ കളവ് പറയുന്ന പ്രസ്ഥാനം എന്ന അർത്ഥം. ഇപ്പൊ സുഹൃത്ത് 2 കളവ് പറഞ്ഞല്ലോ. ഇപ്പോ ഹക്കായ പ്രസ്ഥാനം വിടൂല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ 2 കളവുകൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനാണോ? ഈ സുഹൃത്ത് ഒരു കാര്യം ക്ലിയർ ചെയ്യണം. മൈക്ക അങ്ങനെ വെറുതെ തരില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഇവിടെ മൈക്ക തരും. തരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ? തരണമെങ്കിൽ ഇവിടെ 1000കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ചോദിക്കാനും ഉത്തരം കേൾക്കാനാ. ഓളവട്ടൂരിൽ വെച്ച് ഈ പ്രശ്നത്തിന് ഇൻഷാ അല്ലാഹ് ഇന്ന് തീർപ്പ് കൽപ്പിക്കും. ഇൻഷാ അല്ലാഹ് നിയമം അനുവദിക്കുകയാണെങ്കിൽ നേരം പുലരുവോളം മാന്യമായി സംശയം ചോദിക്കുകയാണെങ്കിൽ അവസരം നൽകുക തന്നെ ആ പ്രശ്നം നിൽക്കും. വേണമെങ്കിൽ ടെലിഫോൺ ചെയ്തോ, കാന്തപുരത്തിനെ വരുത്തിക്കോ, വേണമെങ്കിൽ പേരോടിനെ വരുത്തിക്കോ, വേണമെങ്കിൽ വേണ്ടപ്പെട്ട കക്ഷികളെ വരുത്തിക്കോ. എവിടെ നിങ്ങൾ സക്കാഫിമാർ ആരെ വരുത്തിയാലും ശരി. പക്ഷെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. സുഹൃത്ത് ഒന്നാമത് പറഞ്ഞത് ക്ലിയർ ആണ്. സംശയം ഉണ്ടെങ്കിൽ റീപ്ലൈ ചെയ്യും. സുഹൃത്ത് പറഞ്ഞത്, ഞാനും ഹസ്റജിന്റെ അടുക്കൽ ഒരു മുടി എന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞു എന്ന് തെളിയിക്കുകയാണെങ്കിൽ എന്തും ചെയ്യാ എന്ന് സുഹൃത്തോടെ പറഞ്ഞു തെളിയിക്കാൻ കഴിയാം, ഇവിടെ തന്നെ തെളിയിക്കണം എന്ന് പറഞ്ഞു. അത് ഇവിടെ തന്നെ തെളിയിച്ചു. ഇപ്പൊ സുഹൃത്ത് നിഷേധിക്കുകയാണ്. ഞാൻ അങ്ങനല്ല പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തെളിയിച്ചാൽ കാന്തപുരം ഗ്രൂപ്പ് വിടോ എന്നാ ചോദ്യം. അതിന് മറുപടി യെസ് ഓർ നോ പറയണം. വേറെ വർത്തനം പറഞ്ഞാൽ യെസ് ഓർ നോ പറയണം. അല്ല, എന്റെ ചോദ്യം അതല്ലായിരുന്നു. നോ. പേരോടും നിങ്ങളും ഒരു മുടി എന്ന വിഷയത്തിലല്ല ചർച്ച. പേരോടും നിങ്ങളും വെല്ലുവിളിച്ച ഒരു മുടിയല്ല. അപ്പോഴേ ആ ആവശ്യത്തിന് വിട്ടുകൊടുക്കണ്ട. അപ്പോ ഒരു കാര്യം ചെയ്യാം, ഒരൊറ്റ കാര്യം ചെയ്യാം. സുഹൃത്തെ, നിങ്ങൾ ചോദിച്ചത് ഖസ്റജിയുടെ അടുക്കലുള്ള ഒരു മുടിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഞാൻ പറയട്ടെ, കേൾക്ക്, ഒന്ന് മനസ്സ് ഉൾക്കൊള്ളണ്ടേ. ഖസ്റജിയുടെ അടുക്കൽ ഒരു മുടിയാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞത് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, അതാണ്
പഴയ ചരിത്രമൊക്കെ വിട്, അത് നമുക്ക് വേറെ ഇനി ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാണ്ട്, ചോദിച്ചാൽ എല്ലാവർക്കും ചോദിക്കാം. ഇപ്പൊ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും സുഹൃത്തിനും ചോദിക്കാം. ഇപ്പൊ ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞത് ക്ലിയർ ചെയ്ത് പോകണം, ഈ ആൾക്കാർക്ക് ബോധ്യപ്പെടണം. ഈ ആയിരക്കണക്കിന് സാക്ഷികളാ സുഹൃത്ത് പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ചതുപോലെ ഇവിടെ പറഞ്ഞതുപോലെയല്ല, കളവാണ് പറഞ്ഞത്. ഖസ്റജിന്റെ അടുക്കൽ ഒരു മുടി ഉണ്ട് എന്നാണ് ഞാൻ പ്രസംഗിച്ചത്, ഞാൻ പറഞ്ഞത് ശരിയല്ല, അങ്ങനല്ല പ്രസംഗിച്ചത് എന്നല്ലേ ഞാൻ ഈ സുഹൃത്ത് പറഞ്ഞത്. നിങ്ങൾ ചോദ്യം കേട്ടില്ലേ? അല്ലേ? അതെ. ഇനി സംശയം ഉണ്ടെങ്കിൽ സുഹൃത്തിന് രണ്ടാമത് പ്ലേ ചെയ്ത് കേൾപ്പിക്കട്ടെ. ഇല്ലല്ല, ചോദ്യത്തിന് യെസ് ഓർ നോ ഇല്ല, ഒരു മിനിറ്റ് പറയാൻ പറ്റില്ല, അതിന് മറുപടി തരണം. ഇപ്പൊ പറഞ്ഞ് നിഷേധിച്ച കാര്യം രണ്ടാമത് കേൾപ്പിക്കട്ടെ. ഇല്ല, അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ആൾക്ക് ചോദ്യം കൊടുക്കാം അല്ലെ? അടുത്ത ആൾക്ക് കൊടുക്കാം. കാരണം ഒരു കാര്യം ക്ലിയർ ചെയ്യാം. അദ്ദേഹം ആദ്യം ഒരു കളവ് പറഞ്ഞു. ആ കളവ് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കാൻ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റൂല. പക്ഷേ അതിന്റെ സത്യം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. അല്ല, പറയട്ടെ, ഈ ജനങ്ങളൊക്കെ സാക്ഷിയിൽ ഇപ്പൊ റീപ്ലൈ ചെയ്യണ്ട, പുറത്ത് നമുക്ക് റീപ്ലൈ ചെയ്യാം. അതിന്റെ സത്യം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവിടെ തന്നെ തയ്യാറാണെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ തന്നെ തയ്യാറ് തന്നു, ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പൊ മൂപ്പര് പറയാണ് അതല്ല ഞാൻ ചോദിച്ചത്, വേറെ എനിക്കൊരു മിനിറ്റ് പറയാൻ അവസരം തരണം മൂപ്പര് പറയണത്. അത് തന്നെയാണ് നമ്മൾ റീപ്ലൈ ആയിട്ട് വെച്ചു. റീപ്ലൈ ആയിട്ട് യെസ് എന്ന് പറഞ്ഞാൽ മതി, അതിന് മൂപ്പര് തയ്യാറാവണില്ല. മൂപ്പര് ഒരു മിനിറ്റ് പറയാൻ സമയം തരണം പറയണത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് കേട്ടോണ്ട് രണ്ടാമത് റീപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അവരവർക്ക് തയ്യാർ ചെയ്യപ്പെട്ട അവരവർ ഇരുന്നു കൊണ്ടിരിക്കുന്ന ചെയറിൽ തന്നെ ഇരുന്ന് ഇവിടെ നടക്കുന്ന ചോദ്യോത്തരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസ് ഉസ്താദിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യാജ ആരോപണം ആ സഹോദരൻ ഉന്നയിക്കുകയും അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് രേഖയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ചോദ്യത്തിൽ നിന്ന് മാറി തെന്നിമാറുന്ന സ്വഭാവമാണ് രണ്ടാമത്തെ ചോദ്യകർത്താവിനുണ്ടായത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ സംതൃപ്തമായ മറുപടിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇത് സാഗൂതം ശ്രദ്ധിക്കണം. ശിഹാബ്, അയാൾക്ക് ചോദിക്കാനുള്ള ഹലോ, ചോദ്യകർത്താക്കള് വളരെ ശാന്തമായിട്ട് പിടിവാശിക്ക് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കുക. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി തന്നു കഴിഞ്ഞാൽ ഞാൻ അതല്ല ചോദിച്ചത് വേറൊന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദ്യത്തിൽ നിന്ന് തെന്നി മാറുന്ന സ്വഭാവം പാടില്ല. രണ്ടാമത്തെ ചോദ്യകർത്താവിന് സംഭവിച്ചത് അതാണ്. അതുകൊണ്ട് ഷിഹാബിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള്, ഷിഹാബ് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ചോദ്യകർത്താവാണോ? ഓർമ്മപ്പെടുത്തുന്നു, ഇത് നയിക്കുന്ന പ്രസ്ഥാനമാണ്. മൈക്ക കൈകാര്യം ചെയ്യുന്നത് ഷിഹാബാണ്. അപ്പൊ ഇവിടുന്ന് സ്റ്റേജിൽ നിന്ന് മൈക്ക് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ചോദ്യകർത്താക്കൾ മൈക്ക് കൊടുക്കണത് സൗകര്യത്തിന് വേണ്ടിയാട്ടോ. പിന്നെ തിരിച്ച് ഷിഹാബിനോട് പറയാനുള്ളത്, തിരിച്ച് ചോദ്യകർത്താവിന് മൈക്ക കൊടുക്കേണ്ടത് ഇവിടുന്ന് ഡയറക്ഷൻ ലഭിക്കുമ്പോഴാണ്. കാരണം ഇവിടുന്ന് മറുപടി പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ മൈക്ക് കൊടുക്കേണ്ടതില്ല. അപ്പോഴേ, കാരണം ഇത് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. അപ്പോൾ ചിലത് വിശദമായി പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് സുഹൃത്ത് പേരും പ്രസ്ഥാനവും ഒക്കെ പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷറഫുദ്ദീൻ, നാട് വലിയ പറമ്പ്. ഇപ്പോൾ നേരത്തെ അമ്പലക്കടവ് ഫൈസി ഇവിടെ പറഞ്ഞു, പേരോട് ഉസ്താദിനെ കുറ്റ്യാടി സിറാജുലുദയുടെ മുന്നിൽ പോയിട്ട് ഞാൻ വെല്ലുവിളിച്ചു. അബുദാബിയിലേക്ക് പോയിട്ട് ഖസ്റജിന്റെ അടുത്ത് പോയിട്ട് തിരികേശത്തെ സംബന്ധിച്ച വിവാദം അവിടെ പോയിട്ട് അവസാനിക്കാൻ ഞാൻ വെല്ലുവിളിച്ചു. പേരോട് ഉസ്താദ് ആണത്തോടു കൂടി ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്നും അദ്ദേഹം സമ്മതിച്ചു. ഏറ്റെടുത്തിട്ട് പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ്? പേരോട് ഉസ്താദ് പറഞ്ഞു, മുനവ്വർ ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് മധ്യസ്ഥനായി പറ്റുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വേണമെങ്കിൽ ഇന്ന ദിവസം ഞാൻ അബുദാബിയിൽ ഉണ്ടാകും, ഒന്നുകിൽ അങ്ങോട്ട് വന്നോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് ഡേറ്റ് വാങ്ങിക്കോ, എന്നിട്ട് അങ്ങോട്ട് വന്നോ എന്നാണ് പറഞ്ഞത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആ വെല്ലുവിളിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരിക്കൽ പോലെങ്കിലും പേരോട് ഉസ്താദിന് ആ വിഷയത്തിൽ ഒരു കോൾ ചെയ്യാൻ ഈ അമ്പലക്കടവ് ഫൈസിക്ക് എന്തുകൊണ്ട് ആണത്തം ഉണ്ടായില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
സുഹൃത്തെ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞത്, എനിക്ക് മധ്യസ്ഥനായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും പറ്റും, മുനവ്വർ അലി ശിഹാബ് തങ്ങളെയും പറ്റും. ഞാൻ 25 ഡേറ്റ് പറഞ്ഞു, ഞാൻ അബുദാബിക്കൽ പോകുന്നുണ്ട്, വേണമെങ്കിൽ അവിടെ വരാമെന്നും പരസ്യമായി പറഞ്ഞു. ഞാനിതിന് റെഡിയാണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയോ മുനവ്വർ അലി ശിഹാബ് തങ്ങളെയോ മധ്യസ്ഥനായി നിശ്ചയിക്കണമെങ്കിൽ ഇത് പേരോടിൻ്റെ സ്വന്തം ആവശ്യമല്ല, എൻ്റെ സ്വന്തം ആവശ്യം, രണ്ടാളും കൂടി ആവശ്യമാണ്. അപ്പം ജസ്റ്റ് അദ്ദേഹം പോകുന്നതിന് മുമ്പ്, ഏകപക്ഷീയമായി പോകാമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഞാൻ അതാ 25 തീയതി പോവുകയാണ് അബുദാബിക്ക്, പിന്നെ രണ്ടാളിക്ക് മധ്യസ്ഥനായി പറ്റും എന്ന് പറഞ്ഞാൽ ഞാനിവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പേരോടിനെയും കൂട്ടിയിട്ട് വരും പറഞ്ഞിട്ട് കൂട്ടിയിട്ട് ആവശ്യം, മൂപ്പർക്കും ആവശ്യമാണ്, എനിക്കും ആവശ്യമാണ്, തെളിയിക്കാൻ തയ്യാറാന്ന് പറഞ്ഞത്. പേരോട് റെഡി ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ റെഡി എന്നാണ് പറഞ്ഞത്. പേരോട് റെഡി എന്ന് പറഞ്ഞാൽ റെഡിയാണെങ്കിൽ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയോ മുനവ്വർ അലി ശിഹാബ് തങ്ങളോ ആണ് മധ്യസ്ഥനായി പറ്റുന്ന സ്ഥിതിക്ക് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമുണ്ട്, വിദേശത്തേക്ക് ഒരു വിഷയത്തെക്കുറിച്ച് തീരുമാനമാകാൻ മധ്യസ്ഥനായിട്ട് നിങ്ങളെ പറ്റുന്നുണ്ട്, നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ബന്ധപ്പെടേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അതിനും കഴിയില്ലെങ്കിൽ മിനിമം നമ്മുടെ സംഘടനത്തിൽ ആരോടെങ്കിലും ഒരാളോട് ഇവരെ മധ്യസ്ഥരായി പറഞ്ഞതാണ് കേട്ടോ, ശരിക്കും ഞാൻ പോകാണ്, അപ്പം അതിന് മുമ്പ് പറ്റും, അല്ലെങ്കിൽ വേറെ ഡേറ്റ് നിശ്ചയിക്കണം എന്ന് പറഞ്ഞ് മിനിമം ഒരു ഫോൺ ചെയ്യുകയോ ഏതെങ്കിലും നിലയ്ക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയോ ചെയ്യാറിന് സാമാന്യ മര്യാദ ഒന്നും ചെയ്യാതെയാണ് അദ്ദേഹം നേരത്തെ മുൻകൂർ ഡേറ്റ് നിശ്ചയിച്ച് അങ്ങോട്ട് പോയത്. ആ ഡേറ്റ് നിശ്ചയിച്ച് അവിടെ പോയിട്ട് അദ്ദേഹം പറയണത് ഹമീദ് വൈസി വന്നിട്ടില്ല, മധ്യസ്ഥന്മാരെ ബന്ധപ്പെടാൻ അങ്ങനെ ഹമീദ് വൈസി വരിക, അത് പോയത് ശരി എന്നങ്ങനെ പോയി. പിന്നെ എത്ര വട്ടം പറഞ്ഞു, വീണ്ടും ഇതാ പറയുന്നു, പേരോട് ഇന്നും ജീവനോടെയുണ്ട്. അന്നത്തെ പേരോടല്ല, പക്ഷെ ഇപ്പൊ പേരോടിന് മുടി എന്ന് പറയാൻ പേടിയാണെന്ന് മാത്രം അന്ന് കുറെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പൊ അന്തസ്സും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അതേ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്, അതേ ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജീവിച്ചിരിക്കുന്നുണ്ട്, അതേ പേരോട് ജീവിച്ചിരിക്കുന്നുണ്ട്, അതേ ആളുകളെന്ന ഞങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട്. പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ച് ഏകപക്ഷീയമായി പോകരുത്. ഇവരെ നമുക്ക് രണ്ടുപേർക്കും ബന്ധപ്പെട്ട് മധ്യസ്ഥനാക്കിയിട്ട് കരാറൊക്കെ ഉണ്ടാക്കണം. എന്തിനായി പോണ്, ഒന്നും അറിയാതെ പാറി പറന്ന് പോയാൽ പോരാ. തീരുമാനം ഉണ്ടാക്കി ഇനിയും പോകാൻ തയ്യാറാണ് എന്ന് പരസ്യമായി ഞാൻ പ്രഖ്യാപിച്ചു. പേരാട് തയ്യാറാണ് എന്ന് പ്രഖ്യാപിപ്പിക്കാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും കാലത്ത് കഴിയുമോ? ഇതാ ചോദ്യം. പേരോട് ഉസ്താദ് തയ്യാറാണെന്ന് അവിടുന്ന് വളരെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. പേരോട് ഉസ്താദിനെ ഒരു പൊതുവേദിയിൽ വെച്ചാണ് നിങ്ങൾ വെല്ലുവിളിച്ചത്. പൊതുവേദിയിൽ വെച്ച് തന്നെ പേരോട് ഉസ്താദ് ആണത്തോടു കൂടി ഏറ്റെടുത്തു. ആ വെല്ലുവിളിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിന്നെ ആ വിഷയമായി തുടർ ചലനങ്ങൾക്ക് ബന്ധപ്പെടേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളാണ് പേരോട് ഉസ്താദിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഡേറ്റ് വാങ്ങേണ്ടത്. പേരോട് ഉസ്താദ് ഇന്ന ദിവസം അബുദാബിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ആവശ്യത്തിന് പോയതല്ല, പേരോട് ഉസ്താദിന്റെ ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പോയതാണ്. ആ സ്ഥിതിക്ക് ഉസ്താദ് അവിടെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരാം, അല്ല എന്നുണ്ടെങ്കിൽ ഉസ്താദിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഡേറ്റ് വാങ്ങൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. മനസ്സിലായി? അപ്പൊ അദ്ദേഹം പറഞ്ഞത് പേരോട് ഉസ്താദ് മൂപ്പരെ വേറെ ആവശ്യത്തിന് പോയതാണ്, ഇതിനുവേണ്ടി പോയതല്ല. ഈ വിഷയത്തിൽ നമുക്ക് താല്പര്യമാണ് പേരോട് ഉസ്താദിനോട് ബന്ധപ്പെടാനാ. സ്വാഗതം ചെയ്യുന്നു. പേരോട് ഉസ്താദിനോട് നിങ്ങൾ ബന്ധപ്പെടാൻ തയ്യാറാണ്. സുഹൃത്ത് ഏത് ഘടകത്തിന്റെ ആളാ? AP വിഭാഗം സംഘടന ഏത് ഘടകത്തിന്റെ ആളാ? SSFന്റെ ആളാ? എന്താണ് സ്ഥാനം? പറയാം. സ്ഥാനമൊന്നുമില്ല. പറഞ്ഞു. സ്ഥാനല്ല. SSFന്റെ മെമ്പറാണോ? അങ്ങ് എവിടുത്തെ? ഞാൻ പറഞ്ഞു വലിയ പറമ്പ്. ശരി, സുഹൃത്ത് വലിയ പറമ്പിലെ SSFന്റെ മെമ്പറാണെന്ന് പറഞ്ഞത്. സ്വാഭാവികമായും നിങ്ങളുടെ നേതാക്കളോട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവുമല്ലോ അല്ലേ? പേരോടിനോട് ബന്ധമല്ലേ? ബഹുമാനല്ലേ? ബന്ധമുണ്ട്. ശരി, ഇതാ സുഹൃത്തിന്റെ പേരെന്താ? ഷറഫുദ്ദീൻ. റെഡി. ഇൻഷാ അല്ലാഹ് ഷറഫുദ്ദീൻ ഈ കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ സാക്ഷിയാണ്. വലിയ പറമ്പുകാരനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് എന്നും റെഡിയാണ്. അദ്ദേഹം പേരോടുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥന്മാരായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുമായോ മധ്യസ്ഥനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടോ ഈ അബുദാബിയിൽ ഈ വിഷയം ഒരു കെട്ട് 2 കെട്ട് മുടിയുണ്ടോ തീരുമാനിക്കാൻ പോകുന്നതിനായി
ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ, എഗ്രിമെന്റ് തയ്യാറാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഈ സുഹൃത്ത് ആ കാര്യം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്നും ഞാൻ ഇൻഷാ അല്ലാഹ് റെഡി, ഓക്കെ. ആ കാര്യം സുഹൃത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇതാ ഒളവട്ടൂർ ശാഖ SKSS ആ വിവരം കൈമാറേണ്ടതാണ്, പേരോട് റെഡിയാണ് എന്ന കാര്യം ഉടനെ ടെലിഫോണുമായി ബന്ധപ്പെട്ട ഇപ്പൊ തന്നെ സുഹൃത്ത് പേരോടിനെ ലൈനിൽ കിട്ടുമോ, ഇപ്പൊ തന്നെ സംസാരിച്ച് ഡേറ്റ് കഴിഞ്ഞാൽ റെഡിയാ. പേരോടിനെ ലൈനിൽ കിട്ടുമെങ്കിൽ ഇപ്പോൾ തന്നെ ഡേറ്റ് നിശ്ചയിക്കാൻ റെഡി, ഒരു സംശയമല്ല, ഏത് സമയം. ഇപ്പൊ സുഹൃത്തിന് പേരോടിനെ കിട്ടൂലെങ്കിൽ എന്നാണോ കിട്ടുന്നത് ബന്ധപ്പെട്ടിട്ട് വില്ലിങ്നെസ് വാങ്ങിയിട്ട് പറയുകയാണെങ്കിൽ ശാഖ SKSS ഒളവട്ടൂർ അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒളവട്ടൂർ ശാഖ SKSS ഞങ്ങൾ അറിയിക്കും. ഉടനെ ഞങ്ങൾ ഇവരുമായി ഡേറ്റ് ബന്ധപ്പെട്ട് പേരോട് തിരക്കാണ്, ഞങ്ങൾ വാങ്ങും ഡേറ്റ്. മുനവ്വർ ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാട് സാഹിബിൽ ഒരാളെ ഡേറ്റ് വാങ്ങിയിട്ട് അബുദാബിയിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യം ചെയ്യും. പേരോടിന് വിസ കൊടുക്കും, ടിക്കറ്റ് കൊടുക്കും. ഉടനെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുമെങ്കിൽ പരിപാടിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് വില്ലിങ്നെസ് വാങ്ങുക. ഇല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ട് ഡേറ്റ് വാങ്ങിയിട്ട് ഉടനെ എന്ത് ചെയ്യണം, അദ്ദേഹം തയ്യാറാണെങ്കിൽ ആ കാര്യം ശാഖ SKSS അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ആ കാര്യം ഓക്കെ, റെഡി, തീരുമാനമായി. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ദയവ് ചെയ്ത് സുഹൃത്തിന്റെ പേരെന്താ പറഞ്ഞ് ഷറഫുദ്ദീൻ കാര്യം ചെയ്യണം. നേരത്തെ മറ്റേ ആ സുഹൃത്ത് പറഞ്ഞ മാതിരി അബദ്ധത്തിൽ ചെന്ന് ചാടണ്ട. ഞാൻ അതുകൊണ്ട് പറഞ്ഞുതരാം ഒരു വാശിക്ക് വേണ്ടി. അവിടെ 2 കെട്ട് മുടിയുണ്ട്, 10,000 മുടിയുണ്ട് എന്ന് അന്ന് പേരോടിന് അറിയില്ലായിരുന്നു. ഇത് കാന്തപുരത്തെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി എഴുതിയ പുസ്തക. കാന്തപുരത്തിന്റെ മകൻ കളവ് പറയോ ഷറഫുദ്ദീൻ? പറയില്ലെന്ന വിശ്വാസം. എന്നാൽ തിരുകേശം മദീനയുടെ സമ്മാനം എന്ന പുസ്തകമാണ് കാന്തപുരത്തിന്റെ സാക്ഷാൽ മകൻ. ഈ ബിസിനസ് സിറ്റിന്റെ ഒക്കെ ഉപജ്ഞാതാവ്, ഈ മുടിത്തട്ടിപ്പൊക്കെ കാന്തപുരത്തോട് സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഈ കാന്തപുരത്തിന്റെ പൊന്നുമോൻ AP അബ്ദുൽ ഹക്കീം അസ്ഹരി എഴുതിയ തിരുകേശം മദീനയുടെ സമ്മാനം എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 42 ഇതാ പറയുന്നു, ഒരിക്കൽ അദ്ദേഹം ഖസ്റജിനെ പറ്റി പറഞ്ഞത് തങ്ങളുടെ പക്കലുള്ള ആസാറുകളുടെ ശേഖരം കാണിച്ചു തന്നു. അമൂല്യവും മഹത്തരവുമായ തിരുശേഷിപ്പുകളുടെ ഒരു വലിയ നിധി തന്നെ കാണാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅറെ മുബാറക്കിന്റെ 2 കെട്ടുകൾ തന്നെയുണ്ടവിടെ. കാന്തപുരത്തിന്റെ മകനാ പറഞ്ഞത്. പിന്നെ പേരോട് ബന്ധപ്പെട്ട കിട്ടൂല സുഹൃത്തെ, ഇനി വേണമെങ്കിൽ ഷറഫുദ്ദീൻ ബന്ധപ്പെട്ട് നോക്കുക, നമ്മൾ റെഡിയാണ്. ഞാൻ ബന്ധപ്പെടുന്നല്ല പറഞ്ഞത്, വെല്ലുവിളിച്ച നിങ്ങൾക്ക് ആത്മാർത്ഥ പേരോട് ഉസ്താദ് പറഞ്ഞല്ലോ എന്നെ വിളിച്ചോ ഡേറ്റ് വാങ്ങിക്കോ എന്ന് പറഞ്ഞല്ലോ, അത് സ്വീകരിക്കാൻ ആൺകുട്ടിയാണെങ്കിൽ വിളിച്ച് ഡേറ്റ് വാങ്ങാൻ നിങ്ങളാണ് വേണ്ടത്, ഞാൻ ബന്ധപ്പെടല്ല വേണ്ടത്. നിങ്ങൾ വെല്ലുവിളിച്ച് വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത് നടത്താൻ റെഡി. പക്ഷേ സുഹൃത്തെ, ഞാൻ അനുഭവം പറയട്ടെ. ഞാൻ പേരോടിനെ ഇതിന് ഡേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, സത്യസന്ധമായി ചില കാര്യങ്ങൾ സംസാരം അയാളും ഒരു അള്ളാനെ പോയിട്ടുള്ള മനുഷ്യനായിരിക്കും മനസ്സിലാക്കി ചില കാര്യങ്ങൾ ധരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടെലിഫോൺ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. സത്യം പറയാം, ഞാൻ കളവ് പറയാതില്ല, അള്ളാഹു സാക്ഷിയാണ്. അദ്ദേഹത്തെ അല്ലാത്ത വേറെ എടുക്കുക, ഞാൻ ഇന്നാളാന്ന് പറയും, ഉസ്താദിന് കൊടുക്കാൻ പറ്റൂല. ഇപ്പോൾ വേണം ഞാൻ വിളിച്ചിട്ട് കാണിച്ചു തരാം. പേരോട് ഫോൺ എടുക്കൂല, പേരോടല്ലാത്ത മറ്റൊരാൾ ഫോൺ എടുക്കും. ഞാൻ അബ്ദുൽ ഹമീദ് ഫൈസി എന്ന പേരോടിന് ഫോൺ കൊടുക്കൂല. ഞാൻ വേണമെങ്കിൽ ദൃക്സാക്ഷി ഇപ്പൊ കാണിച്ചു തരണോ? കാണണോ? അദ്ദേഹം പറയട്ടെ, ഞാൻ കാണിച്ചു തരണോ? നിങ്ങൾ വിളിച്ചിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യണം. നിങ്ങൾ വിളിച്ചിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ വിളിക്കേണ്ട സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ വിഷയത്തിന് വിളിക്കേണ്ട സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണ്ടിയിട്ട് വന്നതോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും കൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതോ? ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇത് കോർഡിനേറ്റ് ചെയ്യാനോ ഇത് കൺവിൻസ് ചെയ്യാനോ ഷറഫുദ്ദീന് സാധിക്കോ? പേരോട് മൗലവിയെയും ഹമീദ് ഫൈസി ഉസ്താദിനെയും ബന്ധപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഷറഫുദ്ദീന് കഴിയോ? കുണ്ടോട്ട് ഡിവിഷന്റെ മുൻ സെക്രട്ടറിയാണ് എന്ന് പറയപ്പെടുന്ന ഷറഫുദ്ദീൻ എന്ന് പറയുന്ന SSFന്റെ നേതാവിന് കഴിയോ? ഞാൻ പറഞ്ഞില്ലേ അമ്പലക്കടവ് ഫൈസി വെല്ലുവിളിച്ചിട്ട് ഈ വിവാദം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അത് പൂർണ്ണമാക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് തന്നെയാണുള്ളത്. അത് ആ വിവാദം ഏറ്റെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് പൂർണ്ണമാക്കേണ്ടത് അമ്പലക്കടവ് ഫൈസിക്ക് തന്നെയാണ് പൂർണ്ണമാക്കേണ്ട ഉത്തരവാദിത്വം. വിശദീകരിച്ചു. പേരോട് മൗലവി വിളിച്ചാ ഫോൺ എടുക്കൂല, വിളിച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളെ അങ്ങോട്ട് ഏർപ്പാടാക്കുക ചെയ്യുന്നത്. ഇത് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സാക്ഷാൽ പേരോട് മൗലവിയെ ഹമീദ് ഫൈസി ഉസ്താദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അബുദാബിയിലെ അഹമ്മദ് ഖസ്റജിയുടെ ഹസാനത്തുൽ ഖസ്റജിയയിൽ 2 കെട്ടുകൾ പരിശോധിക്കുവാൻ നേരത്തെ പറഞ്ഞ മധ്യസ്ഥന്മാർ മുഖേനയോ അല്ലെങ്കിൽ മറ്റ് വല്ല മധ്യസ്ഥന്മാർ മുഖേനയോ പോവുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം
കോർഡിനേറ്റ് ചെയ്യുവാൻ ഇദ്ദേഹത്തിന് തയ്യാറാണെങ്കിൽ, ഉത്തരവാദിത്തമാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇരിക്കവിടെ ഇരിക്കെ പറയുന്ന കേക്ക് സഹോദര, വെറുതെ പ്രകോപനം സൃഷ്ടിക്കരുത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എന്നിട്ട് ഒളവട്ടൂർ ശാഖ SKSF-ന് കത്ത് കൈമാറുകയോ രേഖാമൂലം അറിയിക്കുകയോ ചെയ്യുക. അതൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. അതാണ് അറിയിക്കുന്നത്. അടുത്തൊക്കെ മൈക്കൊടുക്ക്. ഏത് അതിന് കഴിയുമോ കഴിയൂലേ? ഞാൻ പറഞ്ഞില്ലേ എത്ര കാലങ്ങൾക്ക് മുമ്പ് വെല്ലുവിളിച്ച അദ്ദേഹത്തിന് ഇപ്പൊ ഞാൻ കോർഡിനേറ്റ് ചെയ്യണോ? ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ സാധിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് സിറാജുദ്ദീൻ അധികം ദൂരമല്ലല്ലോ. സിറാജുദ്ദീൻ അദ്ദേഹം പരിപാടി പോയിട്ടില്ലേ? വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പേരോസ്താദിനെ കാണാൻ ഒരു പ്രയാസമില്ല. പേരോസ്താദ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രസംഗിക്കുന്ന ആളാണ്. വിളിച്ചിട്ട് കിട്ടില്ല നമുക്ക് വെറുതെ പറയാണ്. പേരോസ്താദിന് ഏത് പരിപാടിയുടെ സ്ഥലത്ത് വന്നാലും കാണാൻ കഴിയും. വെറുതെ കള്ളം പറഞ്ഞുകൊണ്ട് വിഷയത്തിന്റെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെങ്കിൽ രേഖാമൂലമോ ഫോൺ മുഖേനയോ അദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. അടുത്താക്ക് മൈക്കൊടുക്ക്. മൂപ്പർക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ പോട്ടെ. അടുത്താക്ക് മൈക്കൊടുക്ക്. പിന്നെ ആ വിഷയത്തിൽ സുഹൃത്ത് ഷറഫുദ്ദീൻ ഒരു മിനിറ്റ് കേൾക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷറഫുദ്ദീൻ ഇരിക്കെ ഒറ്റ മിനിറ്റ് ശാന്തമായി കൈകാര്യം ചെയ്യേണ്ട കേസാ, ചൂടാകേണ്ട കേസല്ല കേട്ടോ. ഷറഫുദ്ദീൻ പറയുന്ന കേൾക്ക്. ഷറഫുദ്ദീൻ ഒരു പറയുന്ന കേൾക്ക് ശാന്തമായി കാര്യം കൈകാര്യല്ലോ. ഞാൻ വിളിച്ചിട്ട് മോനെ പറയുന്ന കേൾക്ക്. നല്ല സതുദ്ദേശത്തിന് ഞാൻ വിളിച്ച ഈ ആളുകളൊക്കെ ഞാൻ ദുരുദ്ദേശത്തിന് കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല. മോന് പറയുന്നത് കേൾക്ക്. ഈ അപ്പുറത്തെ ആൾക്കാരെ കുസൂസു പിന്നെ കേൾക്കാം. മോൻ പറയുന്നത് കേൾക്ക്. ഞാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഫോൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ട്. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, മാന്യമായി സംസാരിച്ചിട്ടുണ്ട്. മർക്കസിന്റെ ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ട്. ഫോണിൽ മാന്യമായി സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളെ ലീഡർഷിപ്പിലുള്ള പല ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ ജീവിതത്തിൽ ഇത്രയും കാലം ഈ മുടിയേറ്റ് ബന്ധപ്പെട്ടാണ് ഞാൻ വിളിക്കാൻ തുടങ്ങിയത്. ഒരു തവണ പോലും പേരോട് ഫോൺ എടുത്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഷറഫുദ്ദീന് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സംഘടനാ തലത്തിലുള്ള ഒരാൾക്ക് ഈ പേരോടുമായി ബന്ധപ്പെട്ട് ഇത് കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ സംവിധാനം ഉണ്ടാക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കണം. എന്നാൽ കാര്യം നടക്കും. ഉണ്ടോ ഇല്ലേ, യെസ് ഓർ നോ പരമോനെ എന്നുള്ള ചർച്ച. ഈ വിവാദം അവസാനിക്കുന്നതിന് വേണ്ടി പേരോട് ഉസ്താദിനെ വെല്ലുവിളിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദുമായി ബന്ധപ്പെട്ട് സിറാജുൽ ഹുദയിൽ ഒരു ഡേറ്റ് വാങ്ങി ആ ഡേറ്റ് ഞാൻ നിങ്ങൾ അറിയിക്കുമ്പോൾ നിങ്ങൾ സിറാജുൽ ഹുദയിലേക്ക് വന്നോ. നമുക്ക് ഈ പരിപാടി എങ്ങനെയാണ് വേണ്ട രീതിയിൽ നിന്ന് അവിടുന്ന് ചർച്ച ചെയ്ത് വേണ്ട രീതിയിൽ തീരുമാനിക്കാൻ ആൺകുട്ടിയായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, ആ സുഹൃത്തിന്റെ ഏറ്റെടുത്ത് വളരെ ആത്മാർത്ഥമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ചെറിയൊരു ഭേദഗതി നിർദ്ദേശം. അദ്ദേഹം പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി സിറാജുൽ ഹുദയിലേക്ക് ഞാനും പോകണ്ട, അദ്ദേഹം ദാറുന്നജാത്ത് കരുവാരണ്ടുക്കും വരണ്ട. ഈ മധ്യസ്ഥന്മാരെ മുന്നിൽ വെച്ച് പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെ മുന്നിൽ വെച്ചോ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മുന്നിൽ വെച്ചോ മധ്യസ്ഥന്മാരെ മുന്നിൽ വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ കാരന്തൂർ മർക്കസുക്കും സിറാജിന്റെ ഉള്ളിക്കും ക്ഷണിക്കേണ്ട, പുറത്ത് കൈക്കോട്ടെ മാന്യന്മാരെ മുന്നിൽ വെച്ചാൽ ചർച്ച. ഇതുവരെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിരുന്നത്. ആ അടിസ്ഥാനത്തിൽ ഞാൻ അത് ഏറ്റെടുത്ത് കോർഡിനേറ്റ് ചെയ്യേണ്ട രൂപം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതും പറ്റാതായി. നിങ്ങൾ അങ്ങനെ ഓരോ ദിനം മാറി കളിക്കും. നിങ്ങളുടെ സ്ഥിരം പല്ലവിയാണത്. നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് അത് തെളിയിക്കാനും കഴിയില്ല. പാണക്കാട് ഹസ്രജ് വന്നിട്ടില്ലായിരുന്നോ? എന്താ പറഞ്ഞത്? അബുദാബിക്ക് പോവാൻ കോർഡിനേറ്റ്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ 4 ആൾക്കാരെ നേരത്തെ സാലി സക്കാവി പറഞ്ഞ മാതിരിയാ വെറുതെ പ്രകോപനം ഉണ്ടാക്കുക. അടുത്തൊക്കെ മൈക്കൊടുക്ക്. ആ വെള്ള ഷർട്ട് ഇട്ടാക്കി കൊടുക്ക്. അയാൾ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് വന്ന നേതാവാ. അല്ല ആ പേരോട് ഉസ്താദിനെ കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. ഒരു മിനിറ്റ് ആ മൈക്കൊന്ന് മൈക്കാണ്. പിന്നെ താങ്കൾക്ക് സമയം തരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ, ഇവിടെ അബുദാബിയിലുള്ള മുഡീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരോടും ഹമീദ് ഫൈസി ഉസ്താദും അംഗീകൃതരായ 2 മധ്യസ്ഥന്മാർ മുഖാതിരമായിട്ടുള്ള അങ്ങനെ അബുദാബിയിലെ മുടി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കോർഡിനേഷനാണ് ഇവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ അതിന് അദ്ദേഹം ഒരു സജഷൻ വെക്കുകയാണ്. അതിൻ്റെ കോർഡിനേഷൻ അദ്ദേഹം ഏറ്റെടുത്തു. അതിന് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു.
സിറാജുൽ ഹുദയിലേക്ക് ഹമീദ് ഫൈസി അങ്ങോട്ട് ചെന്നിട്ട് അവിടെ വെച്ച് ചർച്ച ചെയ്യാനുള്ളൊരു കോർഡിനേഷൻ ഞാൻ ഏറ്റെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൽ ഹമീദ് ഫൈസി ഒരു ചെറിയ ഭേദഗതി പറഞ്ഞു. എന്താ പറഞ്ഞത്? നിഷ്പക്ഷമായ ഭേദഗതി. അതായത് പേരോട് കരുവാരക്കുണ്ടിലേക്കും വരണ്ട. കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞാൽ ദാറുൻ നജാത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ജോലി ചെയ്യുന്ന സ്ഥലം. ദാറുൻ നജാത്തിലേക്ക് പേരോട് കുറ്റ്യാടിയിൽ നിന്നും വരണ്ട. ഹമീദ് ഫൈസി ഉസ്താദ് കരുവാരക്കുണ്ടിൽ നിന്ന് സിറാജുൽ ഹുദയിലേക്ക് കുറ്റ്യാടിയിലേക്ക് അങ്ങോട്ടും പോകണ്ട. അങ്ങനെ രണ്ട് കൂട്ടരുടെയും പക്ഷത നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പോകണ്ട. ഒരാൾ അങ്ങോട്ട് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങോട്ട്. രണ്ട് കൂട്ടർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന, രണ്ട് കൂട്ടരും മധ്യസ്ഥന്മാരായിട്ട് അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെയോ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയോ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യാം. ആ ഒരു ചെറിയ ഭേദഗതി, അത് ഒഴിഞ്ഞുമാറ്റല്ല, അതൊരു നിഷ്പക്ഷതയാണ്. ഇദ്ദേഹം അങ്ങോട്ടും പോവേണ്ട, അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങോട്ടും വരേണ്ട. രണ്ട് കൂട്ടർക്കും ഒരേ സമയം ഒരുമിച്ച് കൂടാൻ പറ്റുന്ന മധ്യസ്ഥന്മാരുടെ സാന്നിധ്യം എന്നുള്ള ആ നിഷ്പക്ഷത, അതൊരു നല്ല, ഈ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുപോലെ അതൊരു നല്ല അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ അഭിപ്രായത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഷറഫുദ്ദീൻ, ഇനി അടുത്ത മൈക്ക് കൊടുക്കേണ്ടത്, പ്രവർത്തകനോട് പറയാനുള്ള മൈക്ക് കൊടുക്കാനുള്ളത് നമ്മളെ നേരത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ ആ സഹോദരനാണ് ഷറഫുദ്ദീൻ. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നിങ്ങളുടെ അല്ല, നിങ്ങൾ മൈക്ക് മൂപ്പര് കൊടുക്കുക. നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കുക, നിങ്ങൾ വികാരഭരിതമാവണ്ട. ഇനി അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാനുള്ള അവസരം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഫീഖ്. ഞാൻ ഈ പ്രദേശത്തുകാരൻ തന്നെയാണ്. എനിക്കിവിടെ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വിഷയം ആലങ്ങാട് മഹല്ല് SSF-ഉം ആലങ്ങാട് യൂണിറ്റ് SSF-ഉം ആലങ്ങാട് ശാഖ SKSSF-ഉം തമ്മിൽ കൈമാറിയ കത്ത്. സംവാദത്തിൽ നിന്ന് SSF-കാർ ഒളിച്ചോടി എന്ന് വ്യാപകമായ പ്രചരണം ഇവിടെ നടത്തുകയുണ്ടായി. ഞങ്ങൾ ആണത്തത്തോടെ 6 തവണ ഇവിടുത്തെ ഈ പ്രദേശത്തുകാരുള്ള ഉൾപ്പെടുന്ന SKSSF-കാർക്ക് കത്ത് കൈമാറിയിട്ട് മാന്യമായി ആ കത്തിനോടൊന്ന് പ്രതികരിക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ തന്നിരുന്ന കത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തോർ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പറഞ്ഞ കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ സംവാദ വ്യവസ്ഥക്കും തുടർ ചർച്ചക്കും ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു. ഈ കത്തിന് വളരെ മാന്യമായി ഞങ്ങൾ പ്രതികരണം അറിയിച്ചു. നിങ്ങൾ സനദ് വേണമെന്ന വാദം വഹാബികളിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. ആ വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തന്ന ഈ കത്ത് പ്രകാരം സംവാദ വ്യവസ്ഥക്ക് ഇരിക്കാൻ ഞങ്ങൾ 1000 വട്ടം ഒരുക്കമാണ് എന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇനിയും ഈ ജനങ്ങളെ ഞങ്ങൾ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞ് കളവ് പറഞ്ഞ് വിഡ്ഢികളാക്കരുത് എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചർച്ച വേണമെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടോളൂ, നമ്മൾക്ക് പറ്റുന്ന സമയം വ്യവസ്ഥയാവാം. നിങ്ങളാരാ? SSF-ന്റെ ആരാ? ഞാൻ പറയുമ്പോൾ കൊടുത്താൽ മതി. ഷിഹാബ്, മൈക്ക, നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ ഈ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറായിട്ടില്ല. മണ്ണാർക്കാട് വെച്ചിട്ട് മണ്ണാർക്കാട് വിടൂല. അതെ, ഞാൻ പറയട്ടെ. മർക്കസിൽ കാന്തപുരം സൂക്ഷിക്കുന്ന നബിയുടേതാണെന്ന് പറയുന്ന മുടി അത് റസൂലിൻ്റെതല്ല എന്ന് തെളിയിക്കാൻ എല്ലാ സംവാദത്തിലും ഞങ്ങൾ ഒരുക്കമാണ്. എല്ലാ സംവാദത്തിലും ഒരുക്കമാണ്. ആണ് എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ. മർക്കസിലുള്ളത് നബിയുടേതാണ്. സനത് വേണമെന്നുള്ളത് വഹാബിയാള വാദമാണ്. നിങ്ങൾക്ക് വാദപ്രതിവാദത്തിൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത് വഹാബിയാള വാദമാണോ അഹ്ലുസുന്നയുടെ വാദമാണോ എന്ന് വാദപ്രതിവാദത്തിൽ ഞങ്ങൾ സമർത്ഥിക്കും, ഉറപ്പാണ്. എവിടുന്ന് കിട്ടിയതാ സുഹൃത്തെ ഇത് വഹാബിയാള വാദമാണെന്നുള്ളത്? നിങ്ങളെ ഈ സഖാഫിമാര് പറഞ്ഞു പറ്റിച്ച ഈ കള്ളത്തരം അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഒരു വാക്കിനെ ചേർത്താൻ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഒരു അസറിനെ ചേർത്താൻ, അതിന് സനദ് വേണം എന്നുള്ള വാദം വഹാബികളെ വാദമാണ് എന്ന കള്ളത്തരം പഠിപ്പിച്ച ആളുകളല്ലേ നിങ്ങളെ സഖാഫിമാര്? ആരാ പറഞ്ഞത് വഹാബികളെ വാദാന്നുള്ളത്? നൗഷാദ് അഹ്സനിയും കൂട്ടരും പറഞ്ഞു തന്ന ആ വാദം ഏറ്റിങ്ങനെ പാടല്ലേ? ഏത് കിതാബിലാ അതുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ വാദം, നിങ്ങൾ ഈ ഒളവട്ടൂർ ഏതാണ് ശാഖ? ആനങ്ങാട്, പാലക്കാട്,
ഈ ശാഖയിലുള്ള SSF-ഉം SKSF-ഉം ഈ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. ഇൻഷാ അല്ലാഹ് കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിക്കുന്ന മുടികൾ നബിയുടേതല്ല, അതുകൊണ്ട് അത് ബർക്കത്തെടുക്കാൻ പാടില്ല എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് നബിയുടേതാണ്, അതുകൊണ്ട് ബർക്കത്തെടുക്കപ്പെടാവുന്നതാണ് എന്ന് നിങ്ങളും വാദം എഴുതുക. ഇൻഷാ അല്ലാഹ് തയ്യാറുണ്ടോ? കൊടുത്തോളൂ. വാദം എന്താണെന്ന് വ്യവസ്ഥയിലല്ലേ തീരുമാനിക്കല്. നിങ്ങൾ തന്ന കത്ത് ഞങ്ങൾ തയ്യാറാണ്, 1000 വട്ടം തയ്യാറാണ്. കാരന്തൂൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച മുടി അള്ളാന്റെ റസൂലിന്റെതാണ് എന്ന് തെളിയിക്കാൻ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് കത്ത് തന്നത്. അതിന് വ്യവസ്ഥയ്ക്ക് ഇരിക്കുമ്പോഴാണ് വാദം പ്രതിവാദം ചെയ്തത്. അപ്പൊ ഓക്കെ, ക്ലിയർ ആയി. ഇപ്പോ നമ്മളെ ഭാഗത്തുനിന്നുള്ള വാദം പറഞ്ഞു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിക്കുന്ന മുടികൾ നബിയുടേതല്ല, നമ്മളെ വാദം. അത് അള്ളാഹുവിന്റെ റസൂലിൻ്റെതാണ് അവരുടെ വാദം. വാദം ക്ലിയറാണ്. ഇനി ഈ വാദത്തിൽ വെച്ചുകൊണ്ട് സംവാദത്തിന് ഇൻഷാ അള്ളാഹ് നിങ്ങൾ വ്യവസ്ഥക്ക് പരസ്പരം SKSF-ന്റെ പ്രവർത്തകരും SSF-ന്റെ പ്രവർത്തകരും പരസ്പരം അതിന് വാദം മാറരുത് കേട്ടോ. വാദം ആയിരക്കണക്കിന് ആളുകൾ സാക്ഷി നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ വാദമായിട്ട് ഞങ്ങൾ അന്നും ഇന്നും എപ്പോഴും പറയുന്നു, കാരന്തൂർ മർക്കസിൽ കാന്തപുരം നബിയുടേതെന്ന് പറയുന്നു സൂക്ഷിക്കുന്ന മുടികൾ നബിയുടേതല്ല, അതാണ് ഞങ്ങളുടെ വാദം. കാരന്തൂർ മർക്കസിലുള്ള മുടികൾ നബിയുടേതാണ് എന്ന് SSF. വാദം ഇനി മാറരുത്. ഇൻഷാ അല്ലാഹ് ഈ പ്രദേശത്തുള്ള SSF-ന്റെ പ്രവർത്തകരും SKSF-ന്റെ പ്രവർത്തകരും നാളെ തന്നെ, ഇന്ന് തന്നെ ആവണം, നിങ്ങളെ ആ ലെറ്റർ പേഡിൽ അത് അവരെ കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ ഇവിടുത്തെ SSF-ന്റെ ഇത് വാക്കാൽ പോരാ, എഴുതി തരണം എന്ന് പ്രത്യേകം പറയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് പുറം രാജ്യത്തല്ല, ഒളവട്ടൂർ ശാഖയാണ് ഈ SKS-ഉം SYS-ഉമാണ് 5 കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത്. SKSF അവസാനം കൊടുത്ത കത്തിൽ ഇതാ പറയുന്നത്, ആ വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മർക്കസിൽ സൂക്ഷിച്ചു വെച്ച കേശങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ അല്ലേ എന്നും ആ കേശങ്ങൾ കൊണ്ട് ബറക്കത്തെടുക്കപ്പെടാമോ ഇല്ലേ എന്നും തുറന്ന സംവാദം നടത്താൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ വ്യവസ്ഥ ഉണ്ടാക്കാൻ മാർച്ച് 29-ന് നമ്മുടെ പ്രതിനിധികൾക്ക് ഒരുമിച്ചിരിക്കാം. എത്ര വീതം പ്രതിനിധികൾ, ഏത് സമയത്ത് എന്നൊക്കെ നിശ്ചയിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി ഇന്ന ആളെ ഇന്ന ടെലിഫോൺ നമ്പറിൽ ഇത്രാം തീയതി 6 മണിക്ക് മുമ്പായി ബന്ധപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ മറുപടി കത്ത് വഴിയിൽ ഇട്ട് പോവുകയോ ഉപാധികൾ നിശ്ചയിച്ച് ഒഴിഞ്ഞു മാറുകയോ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇങ്ങനെ എഴുത്തുകുത്ത് തുടരേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കത്ത് കൊടുത്തിട്ട് ഇതേ വിഷയമാണ് പറഞ്ഞത്. ഈ കത്ത് ലാസ്റ്റ് കൈമാറിയ കത്താണ് 21/3/2014 പുതിയ കത്താണ്. ഈ കത്ത് കൊടുത്തിട്ട് കൃത്യമുള്ള മറുപടി, നബി തങ്ങളുടെ മുടിയാണോ അല്ലേ, അതുകൊണ്ട് ബറക്കത്തെടുക്കപ്പെടാമോ ഇല്ലേ, ഈ വിഷയത്തെക്കുറിച്ച് സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ ഇന്ന പ്രതിനിധിയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഇന്ന ഡേറ്റിന് ഇരിക്കാന്നുണ്ട്. നിങ്ങൾ തയ്യാറായിട്ടില്ല. ആ തയ്യാറാകാത്ത ആളുകളാണ് ഇപ്പോൾ തയ്യാറാണ് പിന്നെ വാക്കാൽ വന്ന് പറയണത്. അതുകൊണ്ട് ദൂരമുള്ള ആൾക്കാരല്ല, ഒളവട്ടൂർക്കാർ തന്നെ ആയതുകൊണ്ട് ലെറ്റർ പോയി എടുത്തു കൊണ്ടുവന്ന് ഈ വാദം എഴുതി ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഉടനെ നമുക്ക് സമയം നിശ്ചയിക്കാം, കാര്യം നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി തന്നെയാണ് എന്ന് ഞങ്ങൾ എഴുതി തരുന്നു എന്ന് ലെറ്റർ പേഡിൽ എഴുതി തന്നോ, ബാക്കി ഡേറ്റ് കരാർ നിശ്ചയിച്ച് സംവാദം ഉടനെ നടത്താൻ ഏർപ്പാട് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗം ലെറ്റർ പേഡ് എഴുതി തരും. അല്ല, അപ്പോ അല്ല, പറയാനുള്ള വാദം പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച നബിയുടേതെന്ന് പറഞ്ഞു സൂക്ഷിക്കുന്ന മുടികൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേശങ്ങളല്ല, SKSF-ന്റെ വാദം. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രവർത്തകൻ, ഈ നാട്ടുകാരനായ SSF-ന്റെ പ്രവർത്തകൻ പറഞ്ഞു അത് നബിയുടേതാണ്. കിടക്കട്ടെ, അത് തന്നെയാണ് നമ്മൾ തമ്മിലുള്ള തർക്കം. അപ്പൊ ആ തർക്കത്തിൽ ഇനി അത് നബിയുടേതാണ് എന്ന് തെളിയിക്കാൻ സനത് വേണം എന്നുള്ള ഇത് വഹാബിയാളെ വാദമാണോ ഒക്കെ നിങ്ങൾക്ക് സംവാദത്തിൽ പറയാം. ഇത് ഏതൊക്കെ ഇമാമുമാരാണ് പറഞ്ഞിട്ടുള്ളത്, ഈ വിഷയത്തിൽ നമ്മുടെ അഹ്ലുസുന്നയുടെ ഇമാമുമാരുടെ നിലപാട് എന്താണ്, അവരുടെ കിതാബുകളിലുള്ള ഉദ്ധരണി എന്താണ് എന്നുള്ളത് 100 കണക്കിന് ഉദ്ധരണികൾ ഇൻഷാ അല്ലാഹ് സംവാദത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്.
അതിന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഒരു സംവാദത്തിന് കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒഴിഞ്ഞുമാറാണ്. അപ്പോൾ ഷിഹാബ്, നമുക്ക് ഇവിടുത്തെ പ്രവർത്തകരാരാണ്? നിങ്ങൾ ഇവിടുത്തെ ജലീൽ ഇവിടുത്തെ പ്രവർത്തകനല്ലേ? നിങ്ങൾ നിങ്ങളുടെ എന്ത് കൊണ്ടുവരിക? നിങ്ങളുടെ ലെറ്റർ പേഡ് കൊണ്ടുവരിക. SSFന്റെ പ്രവർത്തകർ അവരുടെ ലെറ്റർ പേഡ് കൊണ്ടുവന്നിട്ട് ഈ വാദം ഇപ്പോൾ തന്നെ എഴുതി കൈമാറുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം. അല്ല സദസ്സ് ശാന്തമാവണം. അല്ല, അദ്ദേഹം നമ്മുടെ പ്രവർത്തകര് കൊണ്ടുവരാൻ പോയില്ലേ, പറഞ്ഞയച്ചു. SSFന്റെ ഈ ശാഖയിലുള്ള പ്രവർത്തകന്മാര്, ബഹുമാനപ്പെട്ട സുഹൃത്ത് കേൾക്കണം, SSFന്റെ ഈ ശാഖയിൽ നിങ്ങൾ തന്നെ പോയിക്കൊള്ളുന്നില്ല, ഇവിടെ കുറെ പ്രവർത്തകരുണ്ടാവുമല്ലോ, അവരിൽപ്പെട്ട ഏതെങ്കിലും പ്രവർത്തകന് നിങ്ങൾ ലെറ്റർ പേഡ്, അതെ എന്നാ വായിക്കൊന്ന് കൊടുത്താണ് മൂപ്പർക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ. ഈ ലെറ്റർ പേഡിൽ തന്നെയാണ് ഞങ്ങൾ എഴുതി തന്നത്. നിങ്ങൾ എഴുതി തന്ന ലെറ്റർ പേഡല്ല ഇത്. 27/2/2014 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് പ്രചരിപ്പിച്ച് സൂക്ഷിച്ചിട്ടുള്ള കേസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പ്രസ്തുത കേസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ സംവാദ വ്യവസ്ഥക്കും തുടർ ചർച്ചക്കും ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു. ഈ കത്ത് പ്രകാരം വ്യവസ്ഥക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിനെന്തിനാ ലെറ്റർ പേഡ് എടുക്കേണ്ട ആവശ്യം? 6 തവണ ലെറ്റർ പേഡിൽ ഞങ്ങൾക്ക് എഴുതി തന്നു. ഞങ്ങൾ വെറും പേജിലല്ല എഴുതി തന്നത്, ലെറ്റർ പേഡിൽ തന്നെയാണ് 1000 വട്ടം തയ്യാറാണെന്ന് എഴുതി തന്നത്. നിങ്ങളെ ലെറ്റർ പേഡ്, ഈ ലെറ്റർ പേഡ് പ്രകാരം വ്യവസ്ഥക്ക് തയ്യാറാവണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ്, നിങ്ങൾ ഒരുക്കമാണെങ്കിൽ. ഇനിയും ഈ കളവ് നിങ്ങൾ നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതന്നെയാണ് സഹോദരനോടും പറയാനുള്ളത്. 27/2/2014 തന്ന കത്തിന് മറുപടിയായിട്ട് നമ്മൾ 1-ാം തീയതി ഇവിടെ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പോസീലോ ഇല്ലാത്ത 2 പേജ് ലെറ്റർ ഇവിടെ കിട്ടിയിരുന്നു, ഒരു നീള ലേഖനായിട്ട്. അതിൽ പിന്നെ കുറേ മറ്റ് വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നീക്കം നടത്തി. ആ നീക്കം നടത്തിയതായ സമയത്ത് 3-ാം തീയതി ഇട്ടുകൊണ്ട് നമ്മൾ കൊടുത്തതായ മറുപടിയിൽ വീണ്ടും നമ്മൾ നമ്മുടെ വിഷയം അതേപടി തന്നെ ആവർത്തിച്ചു. വീണ്ടും അവർ മറുപടി തന്നതായ സമയത്ത് നേരത്തെ ഞാൻ തുടക്കത്തിൽ എൻ്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച പോലെ ലോകത്തുള്ള ആധാറുകൾ സ്വീകരിക്കാൻ മുസ്ലിം ലോകം സ്വീകരിച്ചു പോരുന്ന രീതി അനുസരിച്ച് മർക്കസിലുള്ളതും തിരുകേശമാണെന്നും അതുകൊണ്ട് ബർക്കത്തെടുക്കാമെന്നും അത് പ്രമാണ വിരുദ്ധമല്ലെന്ന് സ്ഥാപിക്കാൻ ഞങ്ങളും 1000 വട്ടം തയ്യാറാണ് എന്ന് അവർ വാദിച്ചു. അതിന് മറുപടിയായിട്ട് SKSF കൊടുത്ത കത്തിൽ അടിസ്ഥാന പിൻബലങ്ങളോ ചരിത്ര രേഖകളോ മുസ്ലിം ഉമ്മത്തിന്റെ അംഗീകാരമോ ഇല്ലാത്ത വ്യാജ ആസാറുകൾ പ്രദർശിപ്പിച്ച് പൊതുജനത്തെ കബളിപ്പിക്കുന്ന നിങ്ങൾ കാരന്തൂർ മർക്കസിലുള്ളത് തിരുകേശമാണെന്നും അതുകൊണ്ട് തബറുക്ക് എടുക്കാൻ പറ്റുന്നതാണെന്നും തെളിയിക്കാൻ തയ്യാറാണ് കാന്തപുരം വിഭാഗം എന്ന സ്ഥിതിക്ക് സംവാദ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് മാർച്ച് 29-ന് വീണ്ടും സമയം അവർക്ക് അനുവദിച്ചു. അവർ അതെടുത്തിട്ട് വീണ്ടും പിന്നത്തെ മറുപടി കത്തിൽ നമ്മൾ വഹാബിപക്ഷത്താണെന്നും അതുപോലെ തന്നെ ലോക ആധാറുകളെ കുറിച്ച് കൊണ്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തി. അതിന് മറുപടി ആയിക്കൊണ്ട് നമ്മൾ എഴുതിയ കത്തിൽ കാണാം ഞങ്ങളുടെ വാദം എന്താണെന്നും അതിന്റെ തെളിവുകൾ എന്താണെന്നും ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള ആധാറുകളും മറ്റും ചർച്ച ചെയ്യണമെന്ന് പറയാണ്. നമ്മൾ ഇന്ന് വരെ നൽകിയതായ കത്തിലൊക്കെ പറഞ്ഞത് മർക്കസിലുള്ള മുടി എന്നാണ്. അതിന്റെ കാരണവും പറഞ്ഞു നമുക്കും അവർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മുടി, അതിനെക്കുറിച്ചാണ്, അതൊന്നും ഇങ്ങോട്ട് എഴുതി തന്നാൽ മതി എന്നാണ്. അതിപ്പോഴും പറയുന്നത് അതാണ്, അതൊന്നും ഇങ്ങോട്ട് എഴുതി തരിക. ഞങ്ങളുടെ വാദം എന്താണെന്നും അതിന്റെ തെളിവുകൾ എന്താണെന്നും നിങ്ങളുടെ വാദത്തിന്റെ പൊള്ളത്തരങ്ങൾ തെളിയിക്കുന്നതിനും മർക്കസിലേത് തിരുകേശമാണെന്ന് സ്ഥാപിക്കാൻ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് തെളിയിക്കാനും തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ ക്ഷണിച്ചത്. നിങ്ങൾക്ക് പറയാനുള്ള വാദങ്ങൾ സംവാദത്തിൽ പറയാവുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ വാദം ആവർത്തിക്കുകയാണ്. കാന്തപുരം നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ചിട്ട് പറയുന്നു, മർക്കസിലേത് തിരുകേശമാണെന്ന് തെളിയിക്കാൻ ആണത്തമുള്ളവർ കാന്തപുരം വിഭാഗത്തിൽ ഉണ്ടെങ്കിൽ തൽവിഷയം ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസ്ഥ തയ്യാറാക്കുന്നതിനുള്ള സ്ഥലവും സമയവും നിർണ്ണയിക്കുന്നു. അതിന് മറുപടിയായിട്ട് വീണ്ടും കുതറി മാറാനുള്ള നീക്കം നടത്തി. ചേളാരികൾക്ക് മർക്കസിലേക്ക് തിരുകേശമാണെന്നും തെളിയിക്കാനുള്ള സംവാദത്തിന് ഞങ്ങൾ സന്നദ്ധരായി എന്നത് ഞങ്ങളുടെ കഴിഞ്ഞ കത്തിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ. നിങ്ങൾ ലോകത്തെ ഏതെങ്കിലും ഒരു തിരുകേശം സനത് കണ്ട് ബോധ്യപ്പെടുത്തി വിശ്വസിച്ച സുന്നികളാണെങ്കിലേ നിങ്ങളെ മർക്കസിലെ തിരുകേശം മാത്രം ബോധ്യപ്പെടുത്തുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വാദപ്രകാരം തന്നെ നിങ്ങൾ മുഴുവൻ തിരുകേശങ്ങളെയും നിഷേധിക്കുന്ന
നമ്മൾ ലോകത്തുള്ള എല്ലാ കേശങ്ങളെയും നിഷേധിക്കുന്ന വഹാബികളുടെ കൂട്ടത്തിലാണെന്ന ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാൻ തയ്യാറുണ്ട്. വിഷയത്തിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞു മാറുകയാണ്. ലോകത്തുള്ള ആധാറുകളെ കുറിച്ച് കൊണ്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിഷയം മാറി. ഞങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ എപ്പോൾ തയ്യാറാവുന്നുവോ തൊട്ടടുത്ത് തന്നെ സംവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും അവരൊരു പേപ്പറിൽ ഒന്നുകൂടി എഴുതി, ഇതുകൂടി വായിക്കുക, ഇനി ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞ് വീണ്ടും ലേഖനം എഴുതിയതാണ്. അമ്പലക്കട ഉസ്താദ് ഹസ്രജിയുമായി പരാമർശിച്ചത് മർക്കസിലെ തിരികേശം മാത്രമായി ഇസ്ലാമിൽ ഒരു മതവിധി ഉണ്ടോ? ഞങ്ങളത് പറഞ്ഞു. ലോകത്ത് സൂക്ഷിച്ചതായ ഒരു കേശവും ഇതുപോലെ അടിസ്ഥാന പിൻബലമുള്ളതോ അല്ലെങ്കിൽ ചരിത്രരേഖയില്ലാത്തതോ അതുപോലെ കൈമാറ്റ പരമ്പര ഇല്ലാത്തതോ ആയിട്ട് തിരികേശമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലോകം കൊണ്ട് നടക്കുന്നില്ല. അത് തന്നെയാണ് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇങ്ങനെ കുറെ കത്തുകൾ കൈമാറിയിട്ടുണ്ട്. കൈമാറിയ കത്തിലൊക്കെ ഞങ്ങൾ ഉന്നയിച്ച വാദം ഒന്ന് മാത്രം, മർക്കസിലുള്ളത് ഷഹർ മുബാറക്ക് അല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആണ് എന്ന് തെളിയിക്കാൻ സുഹൃത്ത് തയ്യാറാണ് എന്ന് പറയുന്നു. നേരത്തെ പക്ഷേ സഖാവി തെളിയിച്ച പറഞ്ഞ കളിച്ച പോലെ എഴുതി തരുന്നില്ല. ഇതാണ് പ്രശ്നം. എഴുതി തരാം. ആ എഴുതി തന്നതിലൊക്കെ ലോകത്തുള്ള മറ്റാധാറുകളെ കുറിച്ചും ഞങ്ങൾക്കില്ലാത്ത വാദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും അടിച്ചേൽപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് നടന്നതല്ലേ? അല്ലേ? എന്തിനാണ് ഈ കളി? ഈ പറഞ്ഞത് ഒന്നും ഇങ്ങോട്ട് എഴുതി തന്നാൽ മതി. ലെറ്റർ പേഡിലേക്ക് നമുക്ക് പിന്നെ മാറ്റിയത് ഇപ്പൊ വെള്ള പേപ്പറില്. ഇനി ലെറ്റർ പേഡ് എടുത്തു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക് ഈ ആളുകളൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് വെള്ള പേപ്പറിൽ എഴുതിയിട്ട് തൽക്കാലം ഒപ്പിട്ടും കൊണ്ട് തരിക. എന്നിട്ട് നമുക്ക് എന്താക്കാം, ലെറ്റർ പേഡിലേക്ക് പിന്നീട് സൗകര്യം പോലെ മാറ്റി എഴുതാവുന്നതാണ്. അതിന് ഞങ്ങൾ വിട്ടുവീഴ്ചക്ക് റെഡി. അല്ല സഹോദര, നമ്മളെ ഇപ്പൊ ഇവിടെ 5-6 ലെറ്ററുകൾ കൈമാറി കഴിഞ്ഞു. ഈ ലെറ്ററിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തുള്ള ആസാറുകൾ നിഷേധിക്കുന്നവരാണ് നിങ്ങളെന്ന ഞങ്ങളെ വാദത്തിനെ കുറിച്ച് ചർച്ചക്ക് വരൂ, സനത് ചോദിക്കണമെന്നുള്ളത് വഹാബികളെ വാദമാണെന്ന ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് സംവാദത്തിന് വരൂ എന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തിന്റെ കാരന്തൂരിലുള്ള നബിയുടേതെന്ന് പറയുന്ന ആ സൂക്ഷിക്കുന്ന മുടിയെ സംബന്ധിച്ചുള്ള സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഇവരുടെ കത്തിലൊക്കെ അവർ നടത്തിയത്. പക്ഷെ നമ്മുടെ കത്ത് 1 മുതൽ ഒടുവിൽ വരെ എല്ലാ കത്തിലും നമ്മൾ പരാമർശിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല പ്രസ്തുത കേശങ്ങൾ എന്നാണ്. ആണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സംവാദത്തിന് വരൂ. ആണ് എന്ന് വാദമുണ്ട് എന്ന് അയാൾ വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു, നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. അപ്പൊ സുഹൃത്തിനോട് നിങ്ങളുടെ ഒരു ലേഖനത്തിന്റെ ഒരു എസ്സേ എഴുതുന്നത് പോലെയുള്ള 2-3 പേജ് നീളുന്ന കത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ വാദം എഴുതിയാൽ മതി. കാരന്തൂർ മർക്കസിലുള്ള, ഇനി നിങ്ങൾക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ കാരന്തൂർ മർക്കസിൽ നബിയുടേതെന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിയുടേതാണ്. ആ ഒരൊറ്റ വാദം നിങ്ങളുടെ എഴുതി തന്നാൽ മതി. അപ്പൊ അത് ഞാൻ പറയട്ടെ, നിങ്ങൾ പണ്ഡിതനല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സംവാദത്തിന്റെ സ്വഭാവങ്ങൾ അറിയില്ലായിരിക്കാം. അങ്ങനെ 2 വാദങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇത് നബിയുടേതാണ്, അതിന്റെ തെളിവുകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് സംവാദത്തിൽ പറയാം. എന്തു പറയാം? ആ ചോദ്യം വഹാബികളെ ചോദ്യമാണ്, അത് സുന്നിയാക്ക് പറ്റൂല എന്ന് നിങ്ങൾ സംവാദത്തിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ ലോകത്തുള്ള തിരികേശങ്ങൾക്കൊന്നും തന്നെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങളെ മുടിയും ആ നിലയ്ക്ക് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല എന്ന് സംവാദത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. അതൊക്കെ നിങ്ങൾക്ക് സംവാദത്തിൽ പറയാം. സംവാദത്തിൽ നിശ്ചയിക്കുന്ന ടൈമിൽ വിശാലമായിട്ട് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് വഹാബികളെ വാദമാണോ അല്ലേ, സനദ് ചോദിക്കുക എന്നുള്ളത് വഹാബികളെ വാദമാണോ അല്ലേ, ആ വിഷയത്തിൽ ശാഫിഈ മദ്ഹബിന്റെ പ്രഗത്ഭന്മാരായ ഇമാമുമാർ അവരുടെ ലോകപ്രശസ്ത ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പണ്ഡിതന്മാർ സംവാദത്തിൽ ചർച്ച ചെയ്യും. നിങ്ങൾ സാധാരണക്കാരത് കേട്ടോളൂ. പക്ഷേ ഇവിടെ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് ബോധപൂർവം വഴുതി മാറിയിട്ട് ലോകത്തുള്ള ആസാറുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നിങ്ങനെ വിഷയം മാറ്റിവെക്കാൻ പാടില്ല. നിങ്ങളിപ്പോ മൈക്കയിലൂടെ പ്രഖ്യാപിച്ചൊരു വിഷയം. എന്താണ് ആ വിഷയം? കാരന്തൂർ മർക്കസിൽ നബിയുടേതെന്ന് പറഞ്ഞു സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിയുടേതാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതാണ് എഴുതി തരാം. ഞങ്ങൾ മണ്ണാർക്കാട് വെച്ചിട്ട് 3 മണിക്കൂർ ചോദിച്ച ചോദ്യമാണ്. അതൊന്നും എഴുതി തരൂ, അതൊന്നും എഴുതി തരൂ. സക്കാഫിമാരെ എഴുതി തരൂല. അപ്പൊ
അത് അവരെഴുതി തന്നില്ല. ഇനി നിങ്ങൾ അത് എഴുതി തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ആയിരക്കണക്കിന് ആളുകൾ മുമ്പാകെ വെച്ചുകൊണ്ട് ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി വിനീതമായി അപേക്ഷിക്കാം. അതൊരു വെള്ള പേപ്പറിൽ സംയുക്തമായിട്ടോ അതല്ലെങ്കിൽ ലെറ്റർ പേഡിൽ വെവ്വേറെയായിട്ടോ ഇപ്പോൾ കൈമാറുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഭാവി നടപടികൾ, വ്യവസ്ഥയുടെയും സംവാദത്തിന്റെയും ഭാവി നടപടികൾ രണ്ടു കൂട്ടരുടെയും പണ്ഡിതന്മാര് അവർ തീരുമാനിക്കുന്ന ഡേറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. അത് നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റുകയാണെങ്കിൽ പറ്റും എന്ന് പറയുക. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങൾ അടുത്ത ആൾക്ക് മൈക്ക് കൈമാറണമെന്നാണ് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഉസ്താദേ, ഈ കത്തിൽ നിങ്ങൾ ഞങ്ങൾ ക്ഷണിച്ചത് എന്തിനാണ്? ഇത് ഇവിടത്തെ ആലങ്ങാട് മഹല്ല് SKSFന്റെ പ്രവർത്തകർ ഞങ്ങൾക്ക് നൽകിയതാണ്. ഇതിലെന്താ, ഞാൻ ആവർത്തിച്ച് വായിച്ചല്ലോ, ഇനി മാറ്റർ വായിക്കേണ്ട ആവശ്യമില്ല. പ്രസ്തുത കേസങ്ങൾ പിന്നെ നബിയുടേതാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സംവാദ വ്യവസ്ഥക്കും തുടർ ചർച്ചക്കും ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു. ഈ വ്യവസ്ഥക്കാണ് ഞാൻ പറഞ്ഞത്. ഈ കത്ത് പ്രകാരം, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കത്ത് പ്രകാരം വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ലേ ഉസ്താദ് പരാമർശിക്കേണ്ടത്? സംവാദം നടക്കണമെങ്കിൽ ഒരു വ്യവസ്ഥ വേണ്ടേ? ആ വ്യവസ്ഥയിൽ ചർച്ചയാവാൻ നമുക്ക് ആണോ അല്ലേ എന്നല്ലേ എല്ലാ വിഷയങ്ങളും അതിൽ ചർച്ച ചെയ്യാം. അല്ലല്ല, സംവാദം നടക്കണമെങ്കിൽ വ്യവസ്ഥ വേണ്ടേ എന്നല്ലേ പറഞ്ഞത്? വ്യവസ്ഥക്ക് വേണ്ടുന്ന വിഷയം അതാദ്യം ക്ലിയർ ചെയ്യണം. വിഷയം ക്ലിയർ ചെയ്യണം. എന്താണ് വിഷയം? ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ സംസാരത്തിൽ തുടങ്ങിയത് എങ്ങനെയാണ്? സനദ് ചോദിക്കുന്നത് വഹാബികളെ വാദമാണ് എന്ന് ഞങ്ങളുടെ വാദത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടോ? യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ കത്തിൽ എന്തു പ്രതികരണമാണ് നിങ്ങൾ നൽകിയത്? ഞങ്ങളുടെ ചോദ്യത്തിനുള്ള നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ കത്തിൽ ആ ചോദ്യത്തെക്കുറിച്ച് ഒരു മറുപടിയുമില്ല. ഷറഫുദ്ദീൻ, നിങ്ങൾ ഇടപെട്ടുകൊണ്ട് അയാളെ ശ്രദ്ധ മാറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മൈക്ക് തന്നല്ലോ പ്രിയപ്പെട്ട സുഹൃത്ത്, വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങളുടെ കത്തിൽ എന്താ ഞങ്ങൾ ചോദിച്ചത്? അല്ല, നിക്ക് സദസ്സൊരു നിലക്കും ഇടപെടാൻ പാടില്ല സുഹൃത്തെ. ഞങ്ങളുടെ കത്തിൽ ഞങ്ങൾ പറഞ്ഞത് എന്താ? കാരന്തൂർ മർക്കസിലുള്ള കേശങ്ങൾ നബിയുടേത് ആണോ അല്ലയോ എന്നതിനെ കുറിച്ചുള്ള സംവാദമാണ്. ഞങ്ങളാണല്ലോ കത്ത് അങ്ങോട്ട് തന്നത്. ആ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറുപടി എഴുതിയിട്ടില്ല. അതെ, വ്യവസ്ഥക്ക് ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്യവസ്ഥ, ഇപ്പൊ നമ്മൾ മുജാഹിദീങ്ങളായിട്ട് സംവാദത്തിന് പോവുകയാണെങ്കിലേ, മുജാഹിദീങ്ങളെ വ്യവസ്ഥക്ക് വരൂ എന്നല്ല പറയാ, ഇസ്തിഗാസയുടെ വിഷയത്തിൽ വ്യവസ്ഥക്ക് വരൂ, തവസ്സുലിന്റെ വിഷയത്തിൽ വ്യവസ്ഥക്ക് വരൂ. ഇങ്ങനെ ഒരു വിഷയം നിർണയിച്ചുകൊണ്ടായിരിക്കണം വ്യവസ്ഥക്ക് പറയേണ്ടത്. അല്ലാതെ മുജാഹിദീങ്ങളെ വ്യവസ്ഥക്ക് വരൂ എന്ന് പറയാ എന്ത് വിഷയത്തില്? അപ്പോ ഇവിടെ ഞങ്ങളുടെ വാദത്തിൽ, ഞങ്ങളുടെ ലെറ്ററിൽ എഴുതി തന്ന ഒരു വാദമുണ്ട്. ആ വാദത്തിൽ ഒരു മൗദു അടങ്ങിയിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ്. എന്താണത്? കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആ വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാണ്, അത് നബിയുടേതാണ് എന്ന ഞങ്ങളുടെ വാദത്തിൽ ഒരു വാദപ്രതിവാദം നടത്താൻ ആവശ്യമായ വ്യവസ്ഥക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രതികരിക്കേണ്ടതായിരുന്നു. നിങ്ങൾ ഒരു കത്തിലും അത് പ്രതികരിച്ച് കാണുന്നില്ല. നിങ്ങൾ നീണ്ട ലേഖനം, എസ്സേ മോഡൽ ലേഖനം എഴുതുകയാണ്, പേജുകളോളം. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് വിഷയത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് കാരന്തൂർ മർക്കസിലുള്ള കേശത്തെക്കുറിച്ചുള്ള സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം കാണിക്കാം. ഇപ്പൊ നിങ്ങൾ ആദ്യം മൈക്കെടുത്തപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതാണ് എന്ന് കൃത്യമായി പറഞ്ഞല്ലോ. അത് തന്നെ കൂടെ നമ്മളെ വാദം. നിങ്ങളെ വാദം അതും ഞങ്ങളെ വാദം അല്ല എന്നുള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ, സനദ് ചോദിക്കുക എന്നുള്ളത് വഹാബികളുടെ ആശയമാണോ സുന്നത്തി ജമാഅത്തിന്റെ ആശയമാണോ? ലോകത്തുള്ള ആസാറുകൾ അംഗീകരിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതിലേതെങ്കിലും ഒരു മാനദണ്ഡം കാരന്തൂർ മർക്കസിലുള്ള കേശത്തിനുണ്ടോ ഇല്ലേ? കാരന്തൂർ മർക്കസിലുള്ള കേശം നബിയുടേതല്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന 100,000 തെളിവുകൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇതൊക്കെ നമുക്ക് സംവാദത്തിൽ ചർച്ചയാവാം. അതൊക്കെ സംവാദത്തിൽ പറയേണ്ട വിഷയം. സംവാദത്തിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ വാദമായിട്ട് ലെറ്ററിൽ എഴുതാൻ പാടില്ല. നിങ്ങൾ ചെയ്തത് അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ സബ്ജക്റ്റിലും ഈ ഒരൊറ്റ ദഅവയിലും നിലനിന്നുകൊണ്ടുള്ള ഒരു വാദപ്രതിവാദം, അതിനാവശ്യമായ വ്യവസ്ഥ
ആ വ്യവസ്ഥക്കാണ് ഞങ്ങൾ കത്ത് തന്നത്. അതിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളെ കത്തിൽ പ്രതികരിച്ചില്ല? അതാണ് വളരെ താഴ്മയോടുകൂടി. ഒരിക്കലും നിങ്ങൾ ആക്ഷേപിക്കല്ല, കുറ്റപ്പെടുത്തല്ല, നിങ്ങൾക്കത് സാധിക്കൂല. കാരണം നിങ്ങളൊരു സാധാരണ പ്രവർത്തകരാണ്. നിങ്ങളുടെ ഇമ്മിണി വലിയ നേതാക്കന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല, പിന്നല്ലേ നിങ്ങൾക്ക് സാധിക്കുക? അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ടു വാദങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. അവ ഏറ്റുമുട്ടുന്ന വിധത്തിലുള്ള വാദപ്രതിവാദത്തിന് ആവശ്യമായ വ്യവസ്ഥയ്ക്കിരിക്കാൻ ഒരു ലെറ്റർ പേഡ് നിങ്ങൾ കൈമാറുമോ? അതാണ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കാനുള്ളത്. റെഡിയാണോ ഇല്ലെന്ന് അറിയാതെ നീട്ടിക്കൊണ്ടോടാ കൊടുക്കേ. ഉസ്താദ് പറഞ്ഞു സംവാദത്തിനൊരു വിഷയം വേണം. ഈ വിഷയം ഇതാ ഈ ലെറ്ററിൽ നിങ്ങൾ എഴുതി തന്നിരിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ച മുടി, ഞങ്ങളതിന് തയ്യാറാണ്. ഇതിന് വ്യവസ്ഥക്കല്ലേ ഞങ്ങൾ ക്ഷണിച്ചത്. ഇത് നിങ്ങൾ എഴുതി തന്ന ലെറ്ററാണോ? അല്ലേ? SKSFന്റെ ലെറ്റർ പേഡിലല്ലേ എഴുതി തന്നത്. ഇതിന് വേണമെങ്കിൽ ഞാൻ എതിർവാദിപ്പം ഈ തരാം. ഞങ്ങളെ ലെറ്റർ പേഡിൽ ഈ ലെറ്റർ പേഡ് പ്രകാരം ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഞാൻ എഴുതി തരാം. ശരി, ഇപ്പൊ റൂട്ടിൽ വരുന്നുണ്ട് സുഹൃത്ത്. അതായത് ശ്രദ്ധിക്കണം സുഹൃത്തെ, ഒരു ശ്രദ്ധ ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ വിഷയം റെഡി ആയി വരുന്നുണ്ട്. കാരണം ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന കത്തുകളൊക്കെ ഞങ്ങൾ വഹാബികളാണെന്നും സനത് വേണമെന്ന വഹാബികളെ വാദം അംഗീകരിക്കുന്ന ചേളാരികളാണെന്നും നിങ്ങൾ ഏറ്റവും സംഭാവന നടത്തിയ ലോകത്തെ മുഴുവൻ ആസാറുകളെ കുറിച്ച് സ്ഥിരീകരിക്കണമെന്നും അങ്ങനെ കുറേ ഞങ്ങൾ കത്തുകൾ എഴുതിയോണ്ടാണ് ഞങ്ങൾ ഈ ഒറ്റ വാക്കിന്. കാരണം അടിസ്ഥാനപരമായ വിഷയം ഇപ്പം നമ്മൾ ക്ലിയറായി, ഇപ്പൊ സുഹൃത്ത് റെഡിയായി. ഞങ്ങൾ വാദിക്കുന്നത് കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച കാന്തപുരത്തിന്റെ ആ കൈവശമുള്ള മുടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ല എന്നാണ്. അല്ല, കാരണം അതിന് ഓപ്പോസിറ്റ് ആണല്ലോ വാദം. ഇപ്പോൾ മുജാഹിദ് ഇസ്തിഗാസ അനുവദനീയമാണ്, അല്ല ഷിർക്കാണ്, അല്ലെങ്കിൽ ഷിർക്കാണ് ഷിർക്കല്ല, ഇങ്ങനെയുള്ള സംഭവത്തിന് പിന്നെ വാദം എഴുതുക. നമ്മൾ തിരിച്ച് നിങ്ങൾ എഴുതേണ്ടത് ഇപ്പോൾ പറഞ്ഞ പോലെ അല്ല, കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച മുടികൾ, കാന്തപുരം സൂക്ഷിച്ച മുടികൾ പ്രവാചക തിരുമേനി സ്വലാസ്മയുടേതാണ് എന്ന് നിങ്ങളിപ്പോൾ എഴുതി തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഇപ്പം തന്നെ തീരുമാനിക്കാം. വെള്ളക്കടലാസ് മൂപ്പർക്ക് ഇല്ലെങ്കിൽ കടലാസ് ഉണ്ടോ? കടലാസ് ഉണ്ട്, എഴുതരുമല്ലോ. എഴുതരില്ല, തരും ഇൻഷാ അല്ലാഹ്. ആ വിഷയം തീരുമാനമായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ എഴുതി തന്ന സ്ഥിതിക്ക് നമുക്ക് തൊട്ടടുത്ത് ഇപ്പം തന്നെ കൂടി ആലോചിച്ച് നമുക്ക് കരാറിന് ഡേറ്റ് ആക്കാം ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എഴുതട്ടെ, ബാക്കി കാര്യങ്ങൾ നീങ്ങാം. അല്ലല്ല, അതിന് എഴുതി തന്നിട്ട് ബാക്കി ഇല്ലല്ല, ഇനി എഴുതി തന്നിട്ട് എഴുതി തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എഴുതി തന്ന ശേഷം ഇല്ല ഇനി വഴി മാറണ്ട, എഴുതി തരാന്ന് പറഞ്ഞ ശേഷം എഴുതി തരാ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ബാക്കി ആരും നീക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രിയപ്പെട്ട പിന്നെ വിഖായന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മുടെ ഈ സദസ്സ് ഇതുവരെ ശാന്തമായ സദസ്സാണ്. നമ്മൾ സൗഹാർദ്ദത്തിലും സമാധാനത്തിലും ആണ് നമ്മുടെ ഈ മുഖാമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രവർത്തകന്മാർ തമ്മിൽ പരസ്പരം എഴുത്ത് കൈമാറട്ടെ. നമ്മൾ സദസ്സിലുള്ള ആളുകൾ അവിടെ ശാന്തമായിട്ടൊരു 5 മിനിറ്റ് നേരം ശാന്തമായിട്ട് ഇരിക്കുക. എല്ലാവരും ഇവിടെ എഴുത്ത് കൈമാറിയതിനു ശേഷം മൈക്കയിൽ അത് പബ്ലിക്കായിട്ട് വായിക്കും. വായിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പണ്ഡിതന്മാർ, SSFന്റെ പണ്ഡിതന്മാരും SKSFന്റെ പണ്ഡിതന്മാരും പിന്നീടുള്ള വ്യവസ്ഥക്ക് കൂടിയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ സംവാദം നടക്കും. ഈ വിഷയത്തിലുള്ള സത്യം നമുക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ അത് വരെ, ആ എഴുത്ത് കൈമാറുന്നത് വരെ നിങ്ങളെല്ലാവരും ശാന്തമായിട്ട് ഇരിക്കണമെന്ന് ഉണർത്തുകയാണ്. പിന്നെ ആ എഴുതുന്ന ആള് മാത്രം മതി, അവിടെ വേറെ പ്രശ്നമല്ലല്ലോ. നമ്മുടെ എഴുതുന്ന ഒരാള് അയാൾ ഇരുന്ന് എഴുതുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ശാന്താണ്, നല്ല റൂട്ടിലൂടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എഴുതട്ടെ, നമ്മളെ വാദം നേരത്തെ നമ്മൾ എഴുതാൻ എപ്പോഴോ റെഡി ആയതാണ്, നമ്മൾ എഴുതും, പ്രശ്നമില്ല. എഴുതി ഒപ്പുവെക്കും ഇൻഷാ അല്ലാഹ്. കരാർ എഴുതാൻ ഡേറ്റും തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ ഈ ഗ്യാപ്പ് ഒരു പ്രധാന ദുആക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക.
ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാണ്. അത് എഴുതുന്നത് എഴുതട്ടെ, എഴുതി നമുക്ക് ലാസ്റ്റ് വായിച്ച് നമുക്ക് തീരുമാനങ്ങൾ റെഡി ക്ലിയർ ചെയ്യാം. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ജിഹാദ് നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് കിട്ടും. അപ്പോൾ ഈ ഗ്യാപ്പിൽ പ്രധാനപ്പെട്ട ഒരു ദുആ നമ്മൾ നടത്തുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫലവത്താകണം. ഞാൻ അങ്ങനെ ആ ദുആക്ക് താല്പര്യം കാണിക്കാൻ കാരണം എൻ്റെ അനുഭവത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിനീതൻ എന്ന നിലയിൽ എൻ്റെ മോളെ കുട്ടി ഇപ്പോൾ 91 ദിവസമായി, പ്രസവിച്ചപ്പോൾ ഗുരുതരമായ സ്ഥിതിവിശേഷമായിരുന്നു. പക്ഷെ ക്ലാസ് റൂം വഴി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചപ്പോൾ നമ്മുടെ ആളുകൾ ദുആ ചെയ്തപ്പോൾ ഡോക്ടർമാരൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെയൊക്കെ ആളുകളെ മനസ്സറിഞ്ഞുള്ള ദുആ കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തി എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാം. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ മുജീബ് ഫൈസി പൂലോട് എനിക്കറിയാം, ഞാൻ മുൻകരുത്ത് പറയണം, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടും. ഇപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ മനസ്സ് വിങ്ങാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടി ഹോസ്പിറ്റലിലാണ്, ഭാര്യയാണ് ഉള്ളത്. അദ്ദേഹത്തിന് എത്തിപ്പെടാൻ വൈകിയത് കൊണ്ടുള്ള പ്രയാസം അദ്ദേഹം പങ്കിട്ടുകൊണ്ട് ഞങ്ങൾ ദ്വാർന്നിട്ട് നിങ്ങൾ പോകാൻ പോയിക്കോളി, ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്യാം. വളരെ പ്രയാസമുണ്ട്. അതുപോലെ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഇതുപോലെ ഈ മേഖലയിലുള്ള ഒരാളുടെ ഒരു കുട്ടിക്കും ഇതുപോലെ പ്രയാസങ്ങളുണ്ട്. അതുപോലെ വിഷമം അനുഭവിക്കുന്ന നമ്മുടെയൊക്കെ മക്കൾക്ക് ശിഫയാകണമെന്നേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു നീയത്ത് മാത്രം വെച്ചുകൊണ്ട് രോഗശമനം എന്ന ഒറ്റ നീയത്ത് ഇൻഷാ അല്ലാഹ് ആ കുട്ടികൾ സലാമത്താകണം. ആ ഒരു നീയത്ത് വെച്ചൊരു 10 സ്വലാത്ത് കുട്ടികൾക്ക് സുഖാണെന്നുള്ള വിഷയത്തിൽ അതുപോലെ നമ്മുടെ പ്രവർത്തകൻ ഇവിടെ നിന്ന് നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കതും ഷിഫയാണ്. നമ്മൾ ഒരുപാട് ആളുണ്ട്. ഇതൊന്നും ഷിഫയാകണം എന്നുള്ളത് നമുക്ക് ആർക്കും തർക്കമല്ല. തങ്ങളെ പേര് സ്വലാത്തില്ല, അതിന് ഫലം ഉണ്ടാവുന്നില്ല, സംശയമല്ല. അതുപോലെ ആക്സിഡന്റിൽപ്പെട്ട മറ്റൊരു സുഹൃത്ത് ഇതുവരെക്കൊക്കെ വേണ്ടി ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമല്ല, നമ്മുടെ AP സഹോദരന്മാർക്കും തർക്കമല്ല. റസൂലുള്ളാഹിക്ക് നമ്മളിപ്പോൾ സ്വലാത്ത് ചെല്ലിയാൽ ആ സ്വലാത്ത് തങ്ങളിപ്പോൾ കാണുന്നുള്ള കാര്യത്തിലും അവർക്കും നമുക്കും തർക്കമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഇവരൊക്കെ രോഗം ഷിഫയാകുന്ന കാര്യത്തിൽ തർക്കമല്ല. അവരെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 സ്വലാത്ത് നിയ്യത്ത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم. സഹോദരങ്ങളെ, അതുപോലെ നമ്മുടെ ഒരു പ്രവർത്തകൻ ക്യാൻസർ ബാധിച്ചൊരു സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യാനും നിങ്ങൾ സദസ്സിലൊക്കെ ഉള്ള ആളുകൾ അതുപോലെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ശിഫായി നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആമീൻ എടുക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദ് കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീം സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദാ.
അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ കുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. അർഹമർ റഹീമായ റബ്ബേ, നീ ദയാലുവാണ്, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, കാരുണ്യത്തിൻ്റെ പ്രതീകമാണ്. ഞങ്ങൾ ദുർബലരാണ്. ഈ സാധുക്കളായ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിൻ്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി രാവും പകലുമില്ലാതെ നടന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മക്കൾക്ക് അല്ലാഹുവേ ശിഫ നൽകാൻ നീ കഴിയുന്നവനാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായും ഷിഫാവിനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഷിഫയാക്കണേ അല്ലാഹ്. സുഖം നൽകണേ അല്ലാഹ്. മരുന്നില്ലാതെ പോലും രോഗം ഷിഫയാക്കാൻ കഴിയുന്ന അല്ലാഹ് ഷിഫാഇനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഷിഫാഇനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഷിഫാഇനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ദീർഘമായി ബുദ്ധിമുട്ടിക്കല്ല അല്ലാഹ്. ആഫിയത്തിനെ നൽകണേ അല്ലാഹ്. ആരോഗ്യത്തെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ചുറുചുറുക്കുള്ള മക്കളായി നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന മക്കളായി വളർന്നു വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെയും ഞങ്ങളുടെ എല്ലാ ബന്ധപ്പെട്ടവരുടെയും ഞങ്ങളുടെയും സകലമാന രോഗങ്ങളും നിൻ്റെ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് ഷിഫയാക്കണേ അല്ലാഹ്. ശമനം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ വർഹം വാലിദിനാ റബ്ബന ഇർഹംഹും കമാ റബ്ബൗനാ സഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഒരു 3 സ്വലാത്തും കൂടി അല്ലാഹുവിൻ്റെ റസൂൽ 30 കാണും. റസൂലുള്ളാഹ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യട്ടെ ഷിഫായിന് വേണ്ടി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഈ 2 കൂട്ടരും കൈമാറേണ്ടുന്ന കത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. കാരന്തൂർ മർക്കസിൽ നബിയുടേതാണെന്ന് പറഞ്ഞു സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിയുടേതല്ല എന്നാണ് SKSSF കൈമാറേണ്ടത്. കാരന്തൂർ മർക്കസിൽ നബിയുടേതാണെന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിയുടേതാണ് എന്ന് SSFും ആണ് കൈമാറേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ലെറ്റർ പേഡ് പരസ്പരം കൈമാറുക എന്ന് പറഞ്ഞത്. അങ്ങനെ കൈമാറുമ്പോൾ പ്രസ്തുത വിഷയത്തിൽ ചർച്ച ചെയ്യാവുന്ന മുഴുവൻ വൈജ്ഞാനികവും സമകാലികവുമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംവാദത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യും. അത് സാധാരണക്കാർക്ക് പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണാനും കേൾക്കാനും സാധിക്കുന്ന ഒരു അവസരമാണ് ഈ ഒളവട്ടൂരിൽ ഇവിടെ സംജാതമാകാൻ പോകുന്നത്. അപ്പോൾ ആ നിലക്കുള്ള SKSSFിൻ്റെ ലെറ്ററും SSFിൻ്റെ ലെറ്ററും പരസ്പരം കൈമാറുന്നതിന് മുമ്പായിട്ട് അല്ലേ ഉസ്താദ്, പരസ്പരം കൈമാറുന്നതിന് മുമ്പായിട്ട് ഈ 2 വാദങ്ങളാണ് കൈമാറുന്നത് എന്ന് നമ്മുടെ ഈ സദസ്യർ കേൾക്കാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ വന്നിട്ട് അതൊന്ന് വായിച്ച് എന്നിട്ട് പിന്നെ അവർ പരസ്പരം പ്രവർത്തകന്മാർ കൈമാറും. അല്ലേ ഷിഹാബ്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് SSFിൻ്റെയും SKSFിൻ്റെയും ലെറ്ററുകൾ ഏതെങ്കിലും ഒരു പ്രവർത്തകന് സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെന്ന് അറിയിക്കാം.
ഒരു ചാവി വീണ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേജിൻ്റെ പിറകുവശത്ത് അന്വേഷിക്കുക. പിന്നെ SSFന്റെ ഭാഗത്തു നിന്നുള്ള ലെറ്റർ നമ്മുടെ സ്റ്റേജിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി SKSFന്റെ ഭാഗത്തുള്ള ലെറ്റർ കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ അതിൻ്റെ നമ്മളീ പറഞ്ഞ വാദങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്ന് നമുക്ക് സദസ്സിന് മുമ്പാകെ ആ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കുക. അവരുടെ എഴുത്തുകൂടി പെട്ടെന്ന് എഴുതണം പ്രവർത്തകന്മാർ, അവരുടെ എഴുത്തുകൂടി കാത്തിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു സത്യാന്വേഷി ആണെന്ന് മറ്റുള്ളവരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സഹോദരൻ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. അറിയപ്പെടുന്ന ഒരു വ്യക്തി കൊടുത്താൽ അതിന് സനദ് ആവശ്യമില്ല എന്ന് ഒരു AP പണ്ഡിതൻ പറയുന്നത് കേട്ടു. ഇത് ശരിയാണോ എന്നാണ്. ശരിയല്ല, അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അതിന് അവർ അവലംബിക്കുന്ന തെളിവ് ബഹുമാനപ്പെട്ട അഹ്മദ് റളാഖാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബദറുൽ അൻവാർ എന്ന കിതാബിന്റെ 43-44 പേജുകളിൽ പറഞ്ഞ ഒരു വിഷയമാണ്. ഇതിൽ പറയുന്നത് എന്താണ്? 43-44 പേജിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഷഅർ അല്ലെങ്കിൽ ഒരു തിരുകേശം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സനദു തന്നെ വേണമെന്നില്ല. സനദിന്റെ സ്ഥാനത്ത് കാലങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട് ഖലഫൻ അൻ സലഫിൻ അത് അംഗീകരിച്ചു പോരുന്ന തവാത്തുറായി